Hi friends, now we are standing in our third lesson. അല്ലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ലെസണിലാണ് മക്കളെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ. എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ്. ദെൻ സെക്കൻഡ് വൺ ഇൻ ദി ആറ്റിക്. ദ തേർഡ് വൺ ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമാൻ. വില്യം ഷേക്സ്പിയർ അല്ലേ? വില്യം ഷേക്സ്പിയറുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ ഡ്രമാറ്റിക് ട്രാജഡി ഉണ്ട് മക്കളെ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലെ ഏറ്റവും വലിയ ട്രാജഡി ആയിട്ടുള്ള ഒരു ഡ്രാമയുണ്ട്. അതാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഡ്രാമയിലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമാണിത്. ഇതൊരു ഡ്രമാറ്റിക് സ്പീച്ചാണ്. നമുക്കതിവിടെ ഒരു പോമായിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആ ഒരു വലിയ ട്രാജഡിയിൽ സീസർ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു ഗംഭീര പ്രസംഗമുണ്ട്. ലോക ചരിത്രത്തിലെ തന്നെ വാക്കുകൾ കൊണ്ട് അതിസമർത്ഥമായിട്ട് ആളുകളുടെ മൈൻഡിനെ മാറ്റിമറിച്ച പ്രസംഗം. അങ്ങനെയാണ് ഈ പ്രസംഗത്തെ അറിയപ്പെടുന്നത്. പക്ഷെ നമുക്കതിൽ ചെറിയൊരു പാർട്ട് തന്നിട്ടുള്ളൂ മക്കളെ. അതിൻ്റെ ഫുള്ള് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. ഓക്കെ, അപ്പോൾ അതിലൊരു ചെറിയ പാർട്ടാണ് ഈ ഒരു പ്രസംഗം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഒരു പ്രസംഗം നമ്മൾ കേൾക്കണമെങ്കിൽ ഈ കഥ നമുക്കറിയണം അല്ലേ? ഈ ഡ്രാമ നമുക്കറിയണം. ഇതിൻ്റെ പശ്ചാത്തലം അറിയാതെ ഈ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലൊരു പ്രസംഗം കേട്ടാൽ ഇതിൻ്റെ സാഹചര്യം അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കണ്ണ് തള്ളി പോകുമല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കഥയൊന്ന് കേൾക്കാം. വില്യം ഷേക്സ്പിയറിൻ്റെ ആ വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാജഡി അല്ലേ, ആ വലിയ ഡ്രാമ ജൂലിയസ് സീസർ. ഈ കഥ നടക്കുന്നത് റോമിലാണ്. ഓക്കെ, ഈ റോമിലെ കഥ. അപ്പം ഇത് നിങ്ങൾ ആലോചിക്കും, ഇത് എന്ത് ഇയാളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതിയതാണോ, ഇയാൾ സ്വന്തമായി ഉണ്ടാക്കിയ അല്ല കേട്ടോ. ഇതിന് യഥാർത്ഥ ചരിത്രവുമായിട്ട് ഈ കഥക്ക് ബന്ധമുണ്ട്. റോമിലെ യഥാർത്ഥത്തിൽ ഭരിച്ചിരുന്ന വലിയ സംഭവമായിട്ടിരുന്ന 3 പ്രധാനികളായിരുന്നു ജൂലിയസ് സീസറും ബോംബെ കാഷ്യസ് എന്ന് പറയുന്ന 3 ആളുകൾ. അപ്പോൾ ഇവരുടെ ഭരണകാലത്ത് ഇവരുടെ ഭരിച്ചതും അതിൽ സീസർ കുറച്ച് വലിയ ആളായതും അതിൽ ബോംബെ പരാജയപ്പെടുത്തിയതും ഒക്കെയുള്ള ഒരു കഥകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പാട്ട് ഷേക്സ്പിയർ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഷേക്സ്പിയറിൻ്റെ കഴിവൊക്കെ പാടങ്ങ് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ഡ്രാമ എഴുതി. ഓക്കെ, അതാണ് എന്ത് ജൂലിയസ് സീസർ. നോക്കാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് എവിടെയാ മക്കളെ? റോമിലാണ് കേട്ടോ. ആ കാലത്ത് റോം ഭരിച്ചിരുന്നത് രാജാക്കന്മാരല്ല. ആരായിരുന്നു? ജനാധിപത്യ ഭരണം. എന്താ മക്കളെ ജനാധിപത്യ ഭരണം? നമ്മുടെ ഇന്ത്യയിൽ എന്ത് ഭരണം നടക്കുന്നേ? യെസ്, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രൈം മിനിസ്റ്ററും ഒക്കെ പാടെങ്ങനെ കൂടിയിരുന്നിട്ട് ഒരു പാർലമെന്റിലൊക്കെ ഇരുന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ജനാധിപത്യ ഭരണമുണ്ടല്ലോ, എല്ലാവർക്കും അവകാശങ്ങളുള്ള ഭരണം. ആ ഭരണമായിരുന്നു റോമിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു സെനറ്റ് ആയിരുന്നു. വാട്ട് ഈസ് സെനറ്റ്? സെനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീം. ആ ടീമിൽ 6 ആളുകൾ ഉണ്ടാവും. അതിലുള്ള ആളാണ് നമ്മുടെ ജൂലിയസ് സീസർ, ബ്രൂട്ടസ്, ആന്റണി അല്ലെ, കാഷ്യസ്. ഇങ്ങനെ ഒരു ടീം ആളുകളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അവരുടെ ക്യാപിറ്റലിൽ ഇരുന്നിട്ട് ആ സെനറ്റിലുള്ള എല്ലാ ആളുകളും ഒരു കാര്യം പറയും. അതെല്ലാവരും വോട്ട് അവകാശത്തിലൂടെയൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഒരു ജനാധിപത്യ ഭരണമാണ് കേട്ടോ, ഏകാധിപത്യ ഭരണമല്ല. അത് ഓർത്തിരിക്കണം. രാജാക്കന്മാരുടെ ഭരണമല്ല. ഒരു ടീം ഓഫ് ആളുകൾ ഭരിക്കുക എന്നല്ല, എല്ലാവർക്കും അവകാശമുള്ള ഒരു ഭരണം. ഓക്കെ, അങ്ങനെയാണെങ്കിലും അതിലെ സൈനാധിപന്റെ പേരുണ്ട് മക്കളെ. അതാണ് നമ്മുടെ നായകൻ ജൂലിയസ് സീസർ. ഓക്കെ, അപ്പോൾ റോം ഭരിച്ചിരുന്ന സെനറ്റിലെ റോമിലെ സൈനാധിപനായിരുന്നു ജൂലിയസ് സീസർ. വണ്ടർഫുൾ പേഴ്സൺ ആയിരുന്നു. സീസറിന്റെ പ്രത്യേകത, സീസറിന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ആ നാട്ടിലുള്ള റോമിലുള്ള ജനങ്ങൾക്കൊക്കെ സീസറിനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സീസറിനെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ സെനറ്റിലുള്ള പല ആളുകൾക്കും സീസറിനോട് ഒരു അസൂയയും ഒരു കുശുമ്പും ഒക്കെ ഉണ്ട്. അവർ പേടിക്കുന്നുണ്ട്. സീസറിന് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീസർ ഇനി രാജാവായിട്ട് മാറുമോ? ഇവരൊക്കെ കൂടെ സീസറിനെ രാജാവാക്കി മാറ്റുമോ? അപ്പോൾ അവർക്കൊക്കെ സ്ഥാനം മിസ്സാവോ? സീസർ എന്തോ വലിയ ആളാണ്, അങ്ങനെയൊക്കെ ഒരു തോന്നുന്നു. സീസറിനോട് ഒരു അസൂയ. ഇങ്ങനെ കുറേ സെനറ്റിനുള്ളിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. നാട്ടിലെ റോമിലുള്ള ആളുകൾക്കൊക്കെ സീസർ ഭയങ്കര സംഭവം, സീസറിന് ഭയങ്കര കാര്യമാണ്. പക്ഷെ സ്വന്തം ആളുകളുണ്ടല്ലോ, സെനറ്റിലുള്ള ആളുകൾക്ക് തന്നെ പരസ്പരം ഒരു അസൂയും കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഒരു വളരെ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് കാഷ്യസ് അല്ലേ? മക്കളെ പേരുകളൊന്നും നിങ്ങൾ അധികം ഓർത്തിരിക്കേണ്ട, ഒരുപാട് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, മെയിൻ ആയിട്ടുള്ള പേരുകൾ. ഓക്കെ, അപ്പോൾ ഈ കാഷ്യസിന് സീസറിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് കഴിയില്ല. സീസർ ആരാണ്? സേനാധിപനെയാണ് അല്ലേ? സൈനാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വെരി പവർഫുൾ പേഴ്സൺ. ഓക്കെ, ഇങ്ങനെയൊന്നും പോയി കൊല്ലാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? സീസറിനോട് മടുപ്പ്, സീസറിനോട് വെറുപ്പും അമർഷമുള്ള ആളുകളെങ്ങനെ രഹസ്യമായിട്ട് കാണുക.
എന്നിട്ട് ഇങ്ങനെ പതുക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലോട്ട് കൂട്ടുക. എന്നിട്ട് പതിയെ ഒരു സംഘം, ഒരു ഗൂഢാലോചന സംഘം നിർമ്മിക്കുക. പക്ഷെ കാഷ്യസിന് അറിയാമായിരുന്നു ജൂലിയസ് സീസർ എന്ന് പറയുന്ന വ്യക്തിയുടെ വലവും ഇടവും 2 ആളുകളുണ്ട്. ഒന്ന് ബ്രൂട്ടസ്, മറ്റൊന്ന് ആന്റണി. ബ്രൂട്ടസും ജൂലിയസ് സീസറിന്റെ ആത്മബന്ധുവാണ്. ബ്രൂട്ടസ് മാത്രമല്ല, ബ്രൂട്ടസ് ഒരു നല്ല വ്യക്തിയാണ്. ഓക്കെ, ആത്മാർത്ഥമല്ല. ബ്രൂട്ടസിന് ഈ പറഞ്ഞ അസൂയൊന്നും ഇല്ല കേട്ടോ, സീസറിനോട് നല്ല വ്യക്തിയാണ്. പക്ഷെ ബ്രൂട്ടസിനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, സീസറിനെ നല്ല വൃത്തിയായിട്ട് കൊല്ലാൻ പറ്റുക എന്ന് കാഷ്യസിന് നന്നായിട്ട് അറിയാം. ഓക്കെ, ആന്റണിയെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ആന്റണി വളരെ സത്യസന്ധനാണ്, ആന്റണിയെ കിട്ടില്ല എന്നറിയാം. ഓക്കെ, അപ്പൊ ഈ കാഷ്യസ് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്, ബ്രൂട്ടസിനെ വരുതിയിൽ വരുത്തുക. അതിനുവേണ്ടി കാഷ്യസ് പലതും പറഞ്ഞ് പെരുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ബ്രൂട്ടസിന്റെ ചെവിയിലോട്ട് കാഷ്യസ് ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സീസർ അവർ മനസ്സിൽ കുത്തിവെക്കാണ്, വിഷം കുത്തിവെക്കാണ്. ആ സീസർ എന്താണ്, ആംബിഷ്യസ് ആണ്. ഈ വേർഡ് നിങ്ങൾ ഓർക്കണം, ആംബിഷ്യസ്, ദുർമോഹി. എന്താണ് ദുർമോഹി എന്ന് പറഞ്ഞാൽ എന്താ, അത്യാഗ്രഹി അല്ലെ. സീസർ എന്താണ്, ദുർമോഹിയാണ്. സീസറിന് ഈ രാജ്യം മുഴുവൻ ഭരിക്കണം, ഈ രാജ്യത്തിലുള്ള സ്വത്ത് സമ്പത്ത് മുഴുവൻ ഭരിച്ചിങ്ങനെ ആഗ്രഹിച്ച് അത്യാഗ്രഹമായിട്ട് ജീവിക്കണം. ഇതെല്ലാമാണ് സീസറിന്റെ മനസ്സിലെന്ന് ആര് പറയാണ്, കാഷ്യസ് ബ്രൂട്ടസിന്റെ ഉള്ളിൽ പറഞ്ഞു വെക്കുകയാണ്. അത് മാത്രമാണോ, കാഷ്യസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ബ്രൂട്ടസിനോട്, അദ്ദേഹം ബലഹീനരായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു രാജ്യം ഭരിക്കാനുള്ള ശക്തിയൊന്നുമില്ല. കാഷ്യസ് പറയാണ് ബ്രൂട്ടസിനോട്, ഒരിക്കൽ കാഷ്യസും അതുപോലെ സീസറും കൂടെ തിബറ്റ് നദി നീന്തി കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നീന്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സീസർ മുങ്ങിപ്പോയും കാഷ്യസ് ആണ് രക്ഷിച്ചു കൊണ്ടത്, അത്രത്തോളം ബലഹീനനാണ്, ഇങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം എന്തോ കുഴഞ്ഞു വീണ് മരുന്നുണ്ടായിരുന്നു. 3 തവണ അദ്ദേഹത്തിന് കിരീടം കൊടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം കുഴഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് മറ്റു അസുഖങ്ങളുണ്ട്. എല്ലാം കൊണ്ടും സീസർ വീക്കാണ്. സീസറിന് ആംബിഷ്യസ് ആണ്, ദുർമോഹിയാണ്. ജനങ്ങൾക്കും സീസറിനെ എല്ലാവരും കൂടെ സീസറിനെ പിടിച്ച് രാജാവാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്താൽ ഈ റോമിലെ ജനങ്ങളും നമ്മളും അടിമകളാകേണ്ടി വരുമെന്ന് ബ്രൂട്ടസിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ആര്, കാഷ്യസ്. ഓക്കെ, ബ്രൂട്ടസിനൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. ബ്രൂട്ടസ് വേറെ ലെവൽ നല്ല മനുഷ്യനായിരുന്നു. ബ്രൂട്ടസ് സീസറിനേക്കാളും ആന്റണിയെക്കാളും മറ്റാരെക്കാളും സ്വന്തം റോമിലെ ജനങ്ങളെ സ്നേഹിച്ചിരുന്നു. സ്വന്തം റോമിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, എൻ്റെ റോമിലെ ജനങ്ങൾ അടിമകളായി ജീവിക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്നിടത്താണ് ബ്രൂട്ടസിന് സീസറിനോട് എതിർപ്പ് വരുന്നത് മനസ്സിൽ. അല്ലാതെ സീസർ എന്ന് പറയുന്ന വ്യക്തിയോടല്ല പേഴ്സണലി ദേഷ്യം, സ്വന്തം റോമിലെ ജനങ്ങളെ സീസറിനേക്കാൾ കൂടുതൽ ബ്രൂട്ടസ് സ്നേഹിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൂട്ടസിന്റെ മനസ്സും മാറി. ബ്രൂട്ടസ് എന്ത് ചെയ്തു, കാഷ്യസിന്റെ കൂടെ കൂടിയിട്ട് ആർക്കെതിരെ, സീസറിന് കൊല്ലാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി. അങ്ങനെ മാർച്ച് 15, നോട്ട് ചെയ്തോണം, മാർച്ച് 15 അവർ ആരെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്, സീസറിനെ സെനറ്റിൽ വെച്ചിട്ട്, അവരൊക്കെ ഇങ്ങനെ കൂടുന്ന ഒരു പാർലമെന്റ് പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് കൊല്ലാൻ അവർ പ്ലാൻ റെഡിയാക്കി. ഓക്കെ, ബ്രൂട്ടസിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചർച്ച നടക്കുന്നത്. ഇത് നടക്കാൻ ഇവർ ബ്രൂട്ടസിന്റെ വീട്ടിലോട്ട് ഈ കാഷ്യസ് ഒക്കെ ജനങ്ങൾ എഴുതിയതുപോലെ സീസറിനെ കൊല്ലണം, ഞങ്ങൾക്ക് സീസറിന് താല്പര്യമില്ല, അങ്ങനെ കുറേ ലെറ്റർ ഇത് ബ്രൂട്ടസിന്റെ വീട്ടിലോട്ട് കാണാതെ കൊണ്ടേ ഇടുന്നുണ്ട്. ബ്രൂട്ടസ് വിചാരിക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ അഭിപ്രായമാണ്, ജനങ്ങളും എതിർപ്പാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ബ്രൂട്ടസിന്റെ ഭാര്യ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, പോർഷ്യ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കും. പക്ഷെ ബ്രൂട്ടസ് പറയുന്നില്ല. അങ്ങനെ ബ്രൂട്ടസ് ഒക്കെ മൈൻഡ് സെറ്റായി. ബ്രൂട്ടസ് എന്ത് ചെയ്യാണ്, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സീസറിനെ കൊല്ലാൻ നേതൃത്വത്തിന് മുമ്പിൽ തന്നെ ബ്രൂട്ടസ് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ കാഷ്യസിന്റെ തന്ത്രം ഫലിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ ചെറിയൊരു ചർച്ച നടത്തുന്നുണ്ട്. നമ്മുടെ സീസറിനെ കൊല്ലണമെങ്കിൽ സീസറിന്റെ ഒരു വലം കൈ ഉണ്ട്, ആരെ മക്കളെ, ആന്റണി ഇതിന് കൂട്ടുനിൽക്കില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, കാഷ്യസ് പറയാണ് ബ്രൂട്ടസിനോട്, നമുക്ക് ആന്റണിയെ കൂടെ കൊന്നാലോ. പക്ഷെ ബ്രൂട്ടസ് പറയും, നമ്മുടെ ലക്ഷ്യം കൊലയല്ല. ബ്രൂട്ടസ് നല്ലവനായിരുന്നല്ലോ. ബ്രൂട്ടസ് പറയുന്നത് എന്താ, നമ്മുടെ ലക്ഷ്യം കൊലയാണോ? അല്ല, നമ്മുടെ റോമിലെ ജനങ്ങളെ ആരിൽ നിന്ന് രക്ഷിക്കുകയാണ്, ഒരു ദുർമോഹിയായിട്ടുള്ള ഒരു സീസറിൽ നിന്ന് രക്ഷിക്കുകയാണ്, അല്ലാതെ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. ആന്റണി ഒരു നല്ല വ്യക്തിയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ആന്റണിയെ വെറുതെ വിടാൻ തീരുമാനിക്കുകയാണ്. കൊല അവർ സീസറിൽ മാത്രം ഒതുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സീസറിന് ഈ കൊലയെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ ഷേക്സ്പിയർ ഒരു സൂപ്പർസ്റ്റിഷ്യനാണ്, ഭയങ്കര അന്ധവിശ്വാസി ഉള്ള റൈറ്റിങ്സ് വരും കേട്ടോ. ഒരിക്കൽ ഈ ഡ്രാമ തുടങ്ങുമ്പോൾ നമ്മുടെ സീസർ ഒരു ബോംബെയുടെ മക്കളെയൊക്കെ അവരോടൊക്കെ യുദ്ധം ജയിച്ചിട്ട് വരുന്ന വഴിയിൽ വെച്ചിട്ട് ബ്രൂട്ടസും എല്ലാവരും ഉണ്ടാവും കൂടെ. ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പ്രവചനമൊക്കെ പറയുന്ന ആളുണ്ടാവില്ലേ, അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മുടെ സീസറിനോട് പറയുന്നുണ്ട്, സീസർ നീ മാർച്ച് 15 രാത്രിയെ നീ ഭയപ്പെടണമെന്ന് സീസറിനോട് പറയും. പക്ഷെ സീസർ യുദ്ധമൊക്കെ ജയിച്ചു വരുന്ന ആർമാദത്തിലല്ലേ, സീസർ എന്ത് ചെയ്യും, അത് മൈൻഡേ ഇല്ല, അയാൾ വെറുതെ എന്തോ പറഞ്ഞു, അങ്ങനെ വിടും. ഓക്കെ, അപ്പൊ പിന്നെ സീസറിന് അടുത്ത് മാർച്ച് 15 ആവാണ് അല്ലേ.
അപ്പൊ സീസർ സെനറ്റിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ സീസറിന്റെ ഭാര്യയുണ്ട്, കൽപ്പർണിയെ പറയും, സീസർ നിങ്ങൾ പോവരുത്, ഞാൻ ഇന്നലെ ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ടു, നിങ്ങളുടെ പ്രതിമയിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്, അതിൽ കുറേ ആളുകൾ വന്ന് കൈകൾ കഴുകുന്നുണ്ട്, കുറേ ആളുകൾ ചിരിച്ച് റോഡിലൂടെ, അങ്ങനെ പല ദുസ്വപ്നങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് വളരെ ഷോർട്ടായിട്ട് പറയാം. പല ദുസ്വപ്നങ്ങളും കണ്ടത് പറയും. ഓക്കെ, പക്ഷെ സീസറെ ഇതിനൊന്നും ഭയപ്പെടുന്നില്ല. അപ്പൊ സീസർ പറയുന്നുണ്ട്, ഭീരുക്കൾ ഒരുപാട് തവണ മരിക്കും, ധീരൻ ഒരു തവണയെ മരിക്കുള്ളൂ. ഈ ഡയലോഗ് സീസറിന്റെ ആട്ടോ മക്കളെ, ഇത് നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെ പല ഡയലോഗ് പറയും. പക്ഷെ അവസാനം ഭാര്യ കൺവിൻസ് ചെയ്യുമ്പോൾ സീസർ ആ സ്നേഹം ഒക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ സീസർ ഓക്കെ ആവാണ് പോവണ്ടാന്ന്. പക്ഷെ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കോൺസ്പിറേറ്റീവ്സ് ഉണ്ട്, നമ്മളെ ഈ ഗൂഢാലോചന സംഘത്തിലത്തെ ഒരാൾ വന്നിട്ട് ഈ ഭാര്യ കണ്ട സ്വപ്നമൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ മാറ്റി മറിച്ച് സീസറിന്റെ മൈൻഡ് അങ്ങ് മാറ്റും. അങ്ങനെ അവസാനം സീസർ എന്ത് ചെയ്യാണ് മക്കളെ, സെനറ്റിലോട്ട് അവരുടെ കൂടെ പോവാണ്. ഓക്കെ, പോകുന്ന വഴിയിൽ സീസർ വീണ്ടും ആരെ കാണുന്നുണ്ട്, ആ പ്രവചനം ചെയ്ത ആളെ കാണുന്നുണ്ട്. അപ്പൊ സീസർ അദ്ദേഹത്തോട് പുച്ഛത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, മാർച്ച് 15 ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ അയാൾ പറയും, മാർച്ച് 15 കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് സമയം. ഓക്കെ, സീസർ അത് മൈൻഡ് ചെയ്യില്ല. അതുപോലെ ആ നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ട്, ആളുടെ പേര് പറയുന്നില്ല, അങ്ങനെ പേരുകൾ ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അദ്ദേഹം ഒരു ലെറ്ററിൽ അദ്ദേഹത്തിന് ഇവരുടെ ഗൂഢാലോചന അറിയും. അപ്പോൾ സീസറിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ലെറ്ററിൽ എഴുതിയിട്ട് സീസറിന് കൊടുക്കുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ അവിടെയും സീസർ എന്ത് ചെയ്യും, എനിക്ക് പേഴ്സണൽ അല്ല, എനിക്ക് രാജ്യത്തിന്റെ കാര്യമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് സെനറ്റിലോട്ട് പോകാണെന്ന് പറഞ്ഞാൽ ആ ലെറ്റർ നമ്മുടെ സീസർ വായിക്കില്ല. ഓക്കെ, അങ്ങനെ സീസർ എവിടെ എത്താണ് മക്കളെ, സെനറ്റിലെത്താണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ബ്രൂട്ടസും ടീമും എന്ത് ചെയ്യും, ആന്റണിയെ വളരെ തന്ത്രപരമായിട്ട് അവിടുന്ന് മാറ്റും. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആന്റണി അവിടുന്ന് പറഞ്ഞു വിടും. ഇപ്പൊ സെനറ്റിൽ ആരാ ഉള്ളത് മക്കളെ, സീസറും സീസറിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ബാക്കി ആളുകളും, ബ്രൂട്ടസ്, കാഷ്യസ്, കാക്ടസ്, അങ്ങനെ ഒരു 10-11 പേരുണ്ട് കേട്ടോ. ഇവരിങ്ങനെ നിൽക്കുകയാണ് സെനറ്റിൽ. സീസർ നിൽക്കുകയാണ്. സീസറിനെ അവരിങ്ങനെ വലയം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, സീസറിനെ കുത്തുകയാണ്. ബേക്കുന്നും പിന്നുന്നും എല്ലാവരും കുത്തുന്നുണ്ട്. ഓക്കെ, നിറയെ കുത്തുകൾ ഏൽക്കുകയാണ് സീസറിനെ. സീസറെ പിടിച്ചു നിൽക്കുന്നുണ്ട്, യുദ്ധം ചെയ്ത് പിടിച്ച് അവരോട് പൊരുതി നിൽക്കുന്നുണ്ട്. പക്ഷെ സീസർ അതിൽ തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടത്തിൽ സീസർ ആരെ കാണും മക്കളെ, ബ്രൂട്ടസിനെ കാണും. തൻ്റെ ആത്മാവിനെ പോലെ താൻ വിശ്വസിച്ചിരുന്ന, സ്വന്തം അത്രയും ആത്മാർത്ഥമായിട്ട് സീസർ വിശ്വസിച്ചിരുന്ന ബ്രൂട്ടസിനെ കാണും. അവിടെ സീസർ തളരും. നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആളുകൾ നമ്മളെ പിറകിൽ നിന്ന് കുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, നമുക്കത് താങ്ങൂ ഇല്ല. അവിടെ സീസർ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടും. സീസറിന്റെ ബലം സീസറിന് നഷ്ടപ്പെടുകയാണ്. സീസർ തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രൂട്ടസിനെ കാണുമ്പോൾ സീസർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മക്കളെ, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, എല്ലാവരും പറയുന്ന ഒരേ ഒരു ഡയലോഗ് എന്താണ്, യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസേ നീയും. ആ ഒരൊറ്റ വാക്കി പറയുന്നുള്ളൂ, നീയും അതെന്നോട് ചെയ്തല്ലോ എന്നാണത്, പക്ഷെ മുഴുവനാക്കുന്നില്ല. യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസേ നീയും എന്ന് പറയുന്നിടത്ത് ആ മനുഷ്യന്റെ ബലം നഷ്ടപ്പെടുകയാണ്. ആ മനുഷ്യൻ അവിടെ മരിച്ചു വീഴുകയാണ്. ഓക്കെ, അങ്ങനെ ആ മരണം അവിടെ നടന്നു. ആന്റണി തിരിച്ചു വരികയാണ്. ആന്റണി തിരിച്ചു വരുമ്പോൾ കാണുന്നത് സീസർ മരിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ആന്റണി പറയുന്നുണ്ട്, ആന്റണിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ആന്റണി എന്ത് ചെയ്യാണ്, ആന്റണിക്ക് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സെനറ്റേഴ്സ് അവിടെ ഒരുപാട് പേരുണ്ട്. ആന്റണി അവരെ സപ്പോർട്ട് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആന്റണി പറയാണ്, നമുക്ക് സീസറിന്റെ ബോഡി ആളുകളുടെ മുമ്പിലോട്ട് കൊണ്ടുപോകണം, ആ സെനറ്റിന്റെ മുമ്പിൽ വെക്കണം, പൊതുദർശനത്തിന് വെക്കണം. എന്നിട്ട് ബ്രൂട്ടസ് പറയാം, ഓക്കെ, ബ്രൂട്ടസ് പറയാം, എങ്കിൽ ഞാൻ ഇവിടെ ആളുകൾക്ക്, ബ്രൂട്ടസ് പറയാണ്, ഞാൻ എന്തിന് അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് ഇദ്ദേഹത്തെ കൊന്നുവെന്ന് ഞാൻ ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ആന്റണി പറയുന്നുണ്ട്, എനിക്ക് ഫ്യൂണറല്, ആരുടെ ഫ്യൂണറല്, ഇദ്ദേഹത്തിന്റെ ഈ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് 2 വാക്ക് പറയണം എന്ന് ആന്റണി പറയും. അപ്പൊ ബ്രൂട്ടസ് പറയും, ഓക്കെ. ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, കാഷ്യസ് ഒക്കെ പറയുന്നുണ്ട്, വേണ്ടാന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആന്റണി അത്ര വിശ്വാസമല്ല കാഷ്യസിന് അല്ലേ. പക്ഷേ ബ്രൂട്ടസ് പറയും, ഞാൻ പ്രസംഗിച്ചിട്ട് ആളുകളെ മനസ്സിലാക്കി കൊടുക്കും നമ്മളിത് എന്തിനു ചെയ്തു എന്നുള്ളത്. എന്നിട്ട് ഞാൻ ആന്റണിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാം. പറഞ്ഞതുപോലെ എന്ത് ചെയ്യാണ്, ബ്രൂട്ടസ് ആളുകളുടെ മുമ്പിൽ വരികയാണ്. റോമിലെ ജനങ്ങൾ മുഴുവൻ കൂടിയിട്ടുണ്ട്, സീസറിലെ മരിച്ചു കിടക്കുന്നത്. ബ്രൂട്ടസ് പ്രസംഗിക്കുകയാണ്. ബ്രൂട്ടസ് നല്ല പ്രസംഗികനാണ്, വളരെ ഇന്റലിജന്റ് ആയിട്ട് സമർത്ഥമായിട്ട് ഒരു എസ്സേ പോലെയൊക്കെ എന്ത് ചെയ്യാണ്, ബ്രൂട്ടസ് പ്രസംഗിക്കാണ്. റോമിലെ ആളുകളോട് ബ്രൂട്ടസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സീസറെ കൊന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത്. ഇദ്ദേഹം ഒരു ദുർമോഹിയായി മാറിയിരിക്കുന്നു, ഇദ്ദേഹം എന്ത് ചെയ്ത് ഒരു അത്യാഗ്രഹിയായിരിക്കുന്നു, അംബീഷ്യസ് ആണ്, ഇദ്ദേഹം രാജ്യം ഏകാധിപത്യത്തിലോട്ട് കൊണ്ടുപോകണം, ഇദ്ദേഹം രാജ്യം ഭരിച്ചാൽ നിങ്ങളെല്ലാവരും, ഞാനും ഈ റോമിലുള്ളവരും എന്ത് ചെയ്യും, ബുദ്ധിമുട്ടേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രൂട്ടസ് എന്ത് ചെയ്യാണ്, ജനങ്ങളെ കൺവിൻസ് ചെയ്തു. അദ്ദേഹം മരിക്കേണ്ടവനാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ജനങ്ങൾ ഓക്കെ ആയി. ഓക്കെ,
ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. ഇനി ആന്റണി എന്ത് ചെയ്യാണ്, ആ സമയത്തേക്ക് നമ്മുടെ ബ്രൂട്ടസിന്റെ സീസറിന്റെ ആ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ആളുകളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ആന്റണി ഒരു പ്രസംഗമുണ്ട് മക്കളെ, അതാണ് ഈ പ്രസംഗം. ഏതാണത്? ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ. ലോക ചരിത്രത്തിലെ ഇത്രയും വാക്കുകൾ കൊണ്ട് ആ കണ്ട ജനങ്ങളുടെ മൈൻഡ് മുഴുവൻ ആന്റണി എന്ത് ചെയ്തു? സീസറിനെ കൊന്ന ആളുകൾക്ക് നേരെ തിരിച്ചു. ഓക്കെ, ബ്രൂട്ടസ് ഇന്റലിജന്റ് ആയിട്ടാണ് പ്രസംഗിച്ചതെന്നുണ്ടെങ്കിൽ ആന്റണി പ്രസംഗിച്ചത് മനുഷ്യരുടെ ഇമോഷൻ വെച്ചിട്ടാണ്, അവരുടെ മനസ്സറിഞ്ഞിട്ട്, മുമ്പിലിരിക്കുന്ന ആളുകളുടെ സൈക്കോളജി അറിഞ്ഞിട്ടാണ് നമ്മുടെ ആന്റണി പ്രസംഗിച്ചത്. അദ്ദേഹം വളരെ നല്ലൊരു പ്രാസംഗികനായിരുന്നു. ഓക്കെ, പക്ഷേ വളരെ കണ്ണിങ് ആയിട്ടാണ് പ്രസംഗിച്ചത്. കാരണം അദ്ദേഹത്തിന് ബ്രൂട്ടസും കൊലയാളികൾ അവിടെ ഉണ്ട്, അവരെ ഡയറക്റ്റ് ആയിട്ട് അവരാണ് കൊന്നത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് സമർത്ഥമായിട്ട് അദ്ദേഹം ഒരു കാര്യം ഉദ്ദേശിക്കും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതിലൂടെ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ സമർത്ഥമായിട്ട് ആളുകളുടെ മൈൻഡിലൂടെ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് സീസർ നല്ലവനായിരുന്നു എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് സീസറിന്റെ കൊലയാളികൾക്കെതിരെ പ്രവർത്തിപ്പിച്ച് അതിരെ കൊല്ലാവുന്ന ഒരു രീതിയിലോട്ട് മൈൻഡ് മാറ്റുന്ന ഒരു പ്രസംഗമാണ് ഈ പ്രസംഗം. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾക്കുള്ള, ഇവിടെ വരുള്ളൂ നമ്മൾക്ക്. പക്ഷെ ഇതിന്റെ ബാക്കി കഥയും കൂടെ നമുക്ക് പറയാമല്ലോ മക്കളെ. അങ്ങനെ ഈ പ്രസംഗം, നമ്മുടെ ഈ പ്രസംഗത്തിന് ശേഷം സീസർ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണ് ആര്. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ പറയും ബ്രൂട്ടസ് നല്ലവനാണ്, ബ്രൂട്ടസും അവൻ്റെ ടീമും നല്ലവനാണ്. പക്ഷേ സീസർ മോശമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എൻ്റെ സുഹൃത്ത് എന്തായിരുന്നു? നിങ്ങൾ കരയുമ്പോൾ അവനും കരയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി അവൻ പലരോടും പൊരുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവൻ ഖജനാവ് നിറച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാണ്. എന്നിട്ട് നെയ്സായിട്ട് പറയും ബ്രൂട്ടസ് നല്ലവനാണ്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലായി ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ആളുകളിലോട്ട് എത്തിക്കുകയാണ്. അതിന് അവസാനം വാക്കുകളൊക്കെ നിർത്തിയിട്ട് എനിക്ക് ഒരു ഗ്യാപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ഇവിടെ അവസാനിക്കും. പക്ഷെ അതിനുശേഷം ഈ നമ്മുടെ ആന്റണി എന്ത് ചെയ്യുന്നറിയോ? സീസർ മരിച്ചു കഴിയുമ്പോൾ വിൽപത്രം എഴുതി വെക്കും. എന്താ വിൽപത്രം? ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ സ്വത്തുക്കളൊക്കെ ആർക്കാണെന്നുള്ള ഒരു വിൽപത്രം ഉണ്ടല്ലോ, അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ആന്റണി അങ്ങ് ഉയർത്തി കാണിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സീസർ എഴുതി വെച്ചതാണ്, ഇത് നിങ്ങൾക്ക് വായിക്കണോ, നിങ്ങളുടെ നായകൻ എഴുതി വെച്ചാൽ വായിക്കണോ എന്ന് ചോദിക്കും. അപ്പൊ ഇതിന് ആളുകൾ എന്ത് ചെയ്ത് മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവും. സീസർ നല്ലവനാണെന്ന് ഒരുവിധ ആളുകൾ, സീസർ ദുർമോഹി അല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ ആന്റണി പറയും. ആന്റണി 3 തവണ സീസർക്ക് കിരീടം വെച്ചു കൊടുത്തു. 3 തവണ സീസർ അത് നിഷേധിച്ചു. അപ്പൊ ആന്റണി ചോദിക്കുകയാണ്, ഇനി പറയൂ നിങ്ങൾ സീസർ ദുർമോഹിയാണോ? ജനങ്ങൾക്ക് അപ്പം ഇങ്ങനെ കത്തി തുടങ്ങും, ബ്രൂട്ടസ് ഒക്കെ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന്. അതുപോലെ ബ്രൂട്ടസ് ഒക്കെ മുറിവേൽപ്പിച്ച സീസറിന്റെ ബോഡി ജനങ്ങൾക്ക് ആന്റണി കാണിച്ചു കൊടുക്കും. ഓരോ മുറിവും കാണിച്ചു കൊടുക്കും. അതിൽ ആന്റണി അതിൽ ബ്രൂട്ടസ് കുത്തിയ ഒരു മുറിവുണ്ട്. അത് കാണിച്ചിട്ട് ആന്റണി പറയും, ഇതാണ് ഏറ്റവും അൺകൈൻഡ് ആയിട്ടുള്ള മുറിവ് അല്ലേ, അത്രയും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ മുറിവുണ്ടല്ലോ, അതായിരുന്നു എന്ന്. അപ്പൊ ആളുകൾ ഇമോഷണലി തളരുകയാണ്. അവരെ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഇമോഷണലി തളർന്നിടത്തേക്കാണ് ഈ വില്ലും കൂടെ കാണിച്ചു കൊടുക്കുന്നത്. അത് വായിക്കുകയാണ് ആന്റണി. അത് വായിക്കുമ്പോൾ സീസർ ആ റൂമിലെ എല്ലാ ജനങ്ങൾക്കും ഒരു പ്രത്യേക എമൗണ്ട് അവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പണം മുഴുവൻ ജനങ്ങളുടെ പേരിലോട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള തോട്ടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറഞ്ഞേക്കാണ്. ഇനി മുതൽ നടപ്പാതകൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ഫ്രീ ആയിട്ട്. എല്ലാം ജനങ്ങൾക്ക് എഴുതി വെച്ച ഒരു മനുഷ്യനാണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന് ജനങ്ങൾ വയലന്റ് ആവുകയാണ്. അതോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് കിടക്കുന്നതെന്നുള്ള ബോധം അവരിൽ വരികയാണ്. ഇങ്ങനെ അവരുടെ മൈൻഡ് മാറ്റുന്നത്. അപ്പോൾ ഇവരാണ് കുറ്റക്കാരെന്ന് ഡയറക്റ്റ് പറയുന്നില്ല ആന്റണി ഇവരുടെ മൈൻഡിലോട്ട് ആ ശരികളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇവരുടെ മൈൻഡ് മാറ്റി ഇവർ സ്വാഭാവികമായിട്ട് വയലൻ്റായി, ഇവര് ആക്രമിക്കാൻ തുടങ്ങി. ബ്രൂട്ടസും ടീമും അവിടുന്ന് ഓടിപ്പോവാണ്. അവരുടെ വീടുകളൊക്കെ നമ്മുടെ റോമിലെ ആളുകൾ തീയിട്ട് നശിപ്പിച്ചു. അവർ വയലൻ്റായി. അവർക്ക് ആരെ കൊല്ലണ്ടെന്ന് അറിയാത്ത അവസ്ഥയായി. അത്രയും അവരുടെ ഇമോഷനിലാണ് കുത്തി വേദനിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവരിവിടുന്ന് പോവുകയാണ്. പിന്നെ അവിടെ എന്താ സംഭവിച്ചാൽ റോമിലെ ആന്റണി ഭയങ്കര ഇങ്ങനെ ഒരു സമർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആന്റണിയും അതുപോലെ സീസറിന്റെ വളർത്തുമകനൊക്കെ കൂടിയിട്ട് അവരൊരു പുതിയൊരു സെനറ്റ് പോലെ ഒരു ടീമൊക്കെ ആയിട്ട് അവർ ഭരിക്കുകയാണ്. അവർ മറ്റാളുകൾ ബ്രൂട്ടസും കാഷ്യസും ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും. അവര് പുറത്തായിട്ടുണ്ട് റോമിൽ നിന്ന്. അവര് വേറൊരു ടീമാണ്. ഇനി ഇവർ തമ്മിലൊരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഇടയിൽ കൂടെ ബ്രൂട്ടസ് നമ്മുടെ സീസറിന്റെ പ്രേതത്തിനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ബ്രൂട്ടസ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ തളരുന്നുണ്ട് കുറെ മെന്റലി. പിന്നീട് ഇവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ് പരസ്പരം. ഓക്കെ, അപ്പൊ നമ്മുടെ കാഷ്യസിന്റെ ടീം യുദ്ധത്തിന് പോയിട്ടുണ്ടാവും, ബ്രൂട്ടസിന്റെ ടീം യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആരാണ്? ആന്റണിയും സീസറിന്റെ വളർത്തുമകനും ഒക്കെ കേട്ടോ. അപ്പോൾ യുദ്ധത്തിൽ കാഷ്യസ് എന്ത് ചെയ്യാണ്?
ഒരാളെ പറഞ്ഞേക്കും, നീ പോയിട്ട് ബ്രൂട്ടസിന്റെ ഒക്കെ യുദ്ധം എന്തായി നോക്കിയിട്ട് വന്നു. അയാൾ പോയി നോക്കുമ്പോൾ സെന്ററിൽ ഈ കാഷ്യസിന്റെ ഉറ്റ സുഹൃത്തുണ്ട്, ടെനന്റസ് എന്ന് പറയും. അദ്ദേഹം യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട്, നമ്മുടെ ആന്റണിയോട് യുദ്ധത്തിൽ വിജയിച്ച് ആർമാദിക്കണം. പക്ഷെ ഇയാൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇയാളുടെ ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ ഇയാൾ വിചാരിക്കുന്നത് എന്താണ്, ആന്റണിയുടെ ആളുകളാണ്, ഇയാൾ പരാജയപ്പെട്ടു. ഇയാൾ തിരിച്ചു വന്ന് കാഷ്യസിനോട് പറയും, നിങ്ങളുടെ ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ടെനന്റസിനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇയാൾക്ക് സഹിക്കില്ല കാഷ്യസിന്. അപ്പൊ കാഷ്യസ് പറയാം, നീ നിന്റെ വാളുകൊണ്ട് സീസറിനെ കുത്തി അതേ വാളുകൊണ്ട് നീ എന്നെ കുത്തു, എനിക്കൊരു ഭീരുവായിട്ട് മരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇതൊരു പക്ഷെ ഞാൻ സീസറിനോട് ചെയ്ത തെറ്റിനുള്ളതായിരിക്കാം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം കത്തി കൊടുത്തിട്ട് സ്വയം അയാളോട് കുത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം കുത്തി സ്വയം കാഷ്യസ് അവിടെ മരിച്ചു വീഴുകയാണ്. ഓക്കെ, അങ്ങനെ കാഷ്യസ് മരിച്ചു. ഇനിയുള്ളത് ആരാണ്? ബ്രൂട്ടസ്. ബ്രൂട്ടസ് യുദ്ധം വിജയിച്ച് തിരിച്ചു വരികയാണ്. പക്ഷെ ബ്രൂട്ടസ് എന്താ കാണുന്നത്, കാഷ്യസും ബാക്കിയുള്ളവരും കാഷ്യസിന്റെ മരണം കണ്ട് ടെനറ്റസ് ഒക്കെ തിരിച്ചാണ്, ടെനറ്റസ് ഒക്കെ അത് കണ്ട് സ്വയം മരിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ ഈ രണ്ടുപേരും മരിച്ചു കിടക്കുന്നതാണ് ബ്രൂട്ടസ് കാണുന്നത്. ബ്രൂട്ടസ് തളർന്നു, മെന്റലി തളർന്നെങ്കിലും ബ്രൂട്ടസ് എന്ത് ചെയ്യാണ്, യുദ്ധത്തിന് പോവുകയാണ്. ആന്റണിയോടും അതേപോലെ തന്നെ നമ്മുടെ സീസറിന്റെ വളർത്തു മകനോട് യുദ്ധത്തിന് പോവുകയാണ്. പക്ഷെ അവിടെ യുദ്ധത്തിൽ ബ്രൂട്ടസ് പരാജയപ്പെട്ടു. തൻ്റെ കൂടെയുള്ള ടീമുകളെ ആന്റണി പിടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ബ്രൂട്ടസും ധീരനായിട്ട് മരിക്കാൻ തീരുമാനിക്കുകയാണ്. ബ്രൂട്ടസ് തൻ്റെ കൂട്ടത്തിലൊരാളുടെ വാളിലോട്ട് സ്വയം കുത്തിക്കേറി സ്വയം മരിക്കുകയാണ്. ധീരന്മാരങ്ങനെയായിരിക്കും, മറ്റൊരാളുടെ കൈകൊണ്ട് മരിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അവർ സ്വയം മരിച്ചാലും വേണ്ടിയില്ല, ശത്രുക്കളുടെ മുമ്പിൽ ശത്രുക്കളുടെ കൈ കൊണ്ട് അവർ മരിക്കില്ല. അങ്ങനെ ഒരു തീരുമാനമാണത്. ഓക്കെ, അങ്ങനെ ബ്രൂട്ടസും ബ്രൂട്ടസ് പറയുന്നുണ്ട്, നിന്റെ മരണത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ മരണം സംഭവിക്കുന്നതോടുകൂടി സീസറെ നിന്റെ പ്രേതത്തിന് ഇനി ശാന്തി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബ്രൂട്ടസും സ്വയം മരിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ സീസറിനെ കൊന്നിട്ടുള്ള, ഗൂഢാലോചന തന്നിട്ടുള്ള എല്ലാ ആളുകളും മരിച്ചു. ആന്റണിയുടെ സമർത്ഥമായിട്ടുള്ള ഒരു സ്പീച്ചിലൂടെ ആന്റണി വ്യക്തമായിട്ടും വൃത്തിയായിട്ടും സീസറിനെ കൊന്ന ആളുകളോടുള്ള പ്രതികാരം തീർത്തു. ഓക്കെ, അവിടെ വെച്ചിട്ട് നമ്മുടെ കഥ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ഷേക്സ്പിയർ അല്ലേ, ആന്റണി ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ഡ്രാമയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പം നമ്മുടെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അങ്ങനെ സീസറിനെ കൊന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്തു, സ്വയം കൊന്നിട്ടും മറ്റു പല കാര്യങ്ങളിലൂടെയൊക്കെ അവർ മരണം വരിച്ചു, ആന്റണി വിജയിച്ചു. അങ്ങനെ സീസറിന്റെ മരണം അത് ആരായിരുന്നു, അത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ, ബ്രൂട്ടസ് ഒക്കെയാണ് തെറ്റുകാരെന്ന് വ്യക്തമായിട്ട് ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുത്ത ഒരേ ഒരു പ്രസംഗം മക്കളെ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ ബൈ വില്യം ഷേക്സ്പിയർ. നോക്കാം മക്കളെ. അബൌട്ട് ദ ഓഥർ നമുക്ക് എന്ത് ചെയ്യാം, ഓഥറിനെ കുറിച്ച് അറിയാം അല്ലേ. ഓഥറിനെ കുറിച്ച് അറിയാം. നമുക്ക് വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇനി അറിയാനൊന്നുമില്ല മക്കളെ. ആൻഡ് 1564-1616 അദ്ദേഹം ജനിച്ചതും മരിച്ചതും. വാസ് ബോൺ ഇൻ സ്റ്റാൻഫോർഡ് അപ്പോൺ അവോൺ. അദ്ദേഹം ജനിച്ചത് സ്റ്റാൻഫോർഡ് അപ്പോൺ അവോണിലാണ്, ഇംഗ്ലണ്ട്. ഹി വാസ് എ പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ. അദ്ദേഹം ഒരു പോയറ്റ് ആണ്, പ്ലേ റൈറ്റ് ആണ്, ആക്ടറാണ്. ആൻഡ് ഈസ് നോൺ ആസ് ദ ബാഡ് ഓഫ് എവൻ. അദ്ദേഹത്തെ ബാഡ് ഓഫ് എവൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇംഗ്ലണ്ട് നാഷണൽ പോയറ്റ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹിസ് എക്സ്റ്റൻഡ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 38 പ്ലേസ്. അദ്ദേഹത്തിന് 38 പ്ലേസ് ഉണ്ട്. 154 സോണറ്റ്. ഈ 14 വരികൾ വരുന്ന കവിതകൾക്കാണ് സോണറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 154 സോണറ്റുകളുണ്ട്. ആൻഡ് 3 ലോങ് നരേറ്റീവ്, വലിയ നരേറ്റീവ് ആയിട്ടുള്ള പോം അല്ലെ, വലിയ ഗദ്യം പോലത്തെ വലിയ 3 പോംസ് ഉണ്ട്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്. അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ഗ്രേറ്റ് ട്രാജഡീസ് ആയിട്ടുള്ള ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത് അല്ല. ഇത് കഥകളും ഈ ഒരു ഡ്രാമാസൊക്കെ നിങ്ങളൊന്നും എപ്പോഴെങ്കിലും ഒക്കെ ഒരു മലയാളത്തിലെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതിലൊന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇതിൽ കേട്ടിട്ടുള്ളത് കിങ് ലിയർ ആയിരുന്നെങ്കിൽ മാക്ബത്ത്, ഒഥല്ലോ, ഹാംലെറ്റ് എല്ലാം കേട്ടിട്ടാണ് ഇപ്പം നമ്മൾ നിർത്തിയത് എന്നാണ്. എല്ലാം ഒന്ന് കേട്ടു പോകും. നമ്മളൊന്ന് വായിച്ചു തുടങ്ങിയാൽ മതി, അവസാനിക്കാതെ നമുക്ക് എണീക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് അല്ലേ. നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. When William Shakespeare's well-known history play Julius Caesar opened, Caesar is one of the triumvirs who ruled Rome അല്ലേ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ വില്യം ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഈ ജൂലിയസ് സീസർ എന്ന് പദം തുടങ്ങുമ്പോൾ സീസർ ആരായിരുന്നു? ട്രയംവിയേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ശക്തരായിട്ടുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു റോം ആൻഷ്യൻ്റ് പീരീഡിൽ ഭരിച്ചിരുന്ന 3 ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു ശരിക്കും അല്ലേ ചരിത്രത്തിൽ. ഓക്കെ, അപ്പം അതിലൊന്ന് ജൂലിയസ് സീസർ, ഒന്ന് ഈ പറഞ്ഞ പോലെ പോംബെ, ഒന്ന് ഗ്രാഷ്യസ്. ഇവർ 3 ആളായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ
പിന്നീട് സീസർ ബോംബെ ഒക്കെ ആയിട്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് സീസർ എന്ത് ചെയ്തു, റോമാ സാമ്രാജ്യം ഒന്നും കൂടെ ഒന്ന് സൈന്യാധി മൂപ്പര് ഒന്നും കൂടെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് വൈൽഡൊക്കെ ആയിട്ട് സീസറാണ് അതിൽ പിന്നീട് ഒന്ന് ഒരു വലിയ നിലയിലോട്ട് പ്രാധാന്യം നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊരാളായിരുന്നു സീസർ. റോം ഭരിച്ചിരുന്ന മൂന്ന് പേരിൽ ഒരാൾ. He is assassinated in the capital by band of the conspirators led by his bosom friend Brutus. അല്ലേ, കോൺസ്പിററ്റേഴ്സ് അല്ലെ, ബാൻഡ് ഓഫ് കോൺസ്പിററ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന ടീം. ഓക്കെ, കോൺസ്പിററ്റേഴ്സിനാണ് ഞാൻ പറഞ്ഞ ഈ ബ്രൂട്ടസും കാക്ടസും അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിൽ. അവരാണ് ഈ കോൺസ്പിററ്റേഴ്സ് അല്ലേ. ആ ഗൂഢാലോചന ടീം ക്യാപിറ്റൽ വെച്ചിട്ട്, നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പാർലമെന്റ് ഒക്കെ പോലത്തെ അവിടെ അവർ കൂടുന്ന ഒരു സ്ഥലം. ഓക്കെ, അവരുടെ ഒരു അധികാരത്തിൻ്റെ ഒരു പ്ലേസ്, അധികാരാടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുന്ന ഒരു സ്ഥലം, അധികാര സ്ഥിര കേന്ദ്രമൊക്കെയാണ് ക്യാപിറ്റൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പ്ലേസ്. അവിടെ വെച്ചിട്ടാണ് അസാസിനേറ്റഡ് എന്താ കൊല ചെയ്യപ്പെടുകയാണ്. ആര് കാരണം? ഈ കോൺസ്പിററ്റേഴ്സ് കാരണം അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്. ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസിൻ്റെ കൈകൊണ്ട്, ബ്രൂട്ടസ് ആണ് അതെന്ത് ചെയ്തത്, ലെഡ് ചെയ്തത്, നയിച്ചത്, ആ ടീമിനെ നയിച്ചത്. ആഫ്റ്റർ ദിസ്, അതിനുശേഷം Brutus explained the reason for the act in short but effective speech that appears to convince the Roman citizens. അല്ലേ, അതിനുശേഷം ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നുള്ളത്. ആ ഒരു എഫക്റ്റീവായിട്ടുള്ള, ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്പീച്ചിൽ ആളുകൾ എന്താവുന്നുണ്ട്, കൺവിൻസ് ആവുന്നുണ്ട് റോമൻ സിറ്റിസൻസ്. ദെൻ മാർക്ക് ആന്റണി, സീസറിന്റെ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് ആന്റണി സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ എലോളജി ആൻഡ് സ്പീച്ച് ടു സീസർ. അല്ലേ, അതിനുശേഷം ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രൂട്ടസിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആന്റണി പെർമിഷൻ ചോദിക്കുന്നുണ്ട് ബ്രൂട്ടസിന്റെയും സീസറിന്റെയും കേട്ടോ. സീസറിന്റെ ഈ മരണാന്തര ചടങ്ങ് ഉണ്ടാവില്ലേ, ആ ഒരു ചടങ്ങിന് അദ്ദേഹത്തിന് 2-3 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ബ്രൂട്ടസ് അഗ്രീസ്. Antony's masterful oration expertly manipulate the emotions of the crowd. അല്ലേ, ആന്റണിയുടെ ഈ ഭയങ്കരമായിട്ടുള്ള മാസ്റ്റർഫുൾ ആയിട്ടുള്ള എന്താ, അതിസമർത്ഥമായിട്ടുള്ള അല്ലേ, ആ മാസ്റ്റർഫുൾ ആയിട്ടുള്ള ഒറേഷൻ, സ്പീച്ച്, പ്രസംഗം എക്സ്പേർട്ട്ലി മാനിപ്പുലേറ്റ്, അത് വളരെ അതിസമർത്ഥമായിട്ട് ആളുകളുടെ മൈൻഡ് വഴിതിരിച്ച് വിട്ട് ദ ഇമോഷൻസ് ഓഫ് ദ ക്രൗഡ്, ആളുകളുടെ ഇമോഷൻസ് അല്ലേ, ആളുകളുടെ ക്രൗഡിൻ്റെ ഇമോഷൻസ് അതിമനോഹരമായിട്ട് അത് വഴിതിരിച്ചു വിട്ടു. ഹി പെർസ്വേഡ് ദം ടു ബിലീവ് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിററ്റേഴ്സ് ഹാഡ് സെൽഫിഷ് മോട്ടീവ്. അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആളുകളെ എത്തിച്ചു, അതിലോട്ട് പ്രേരിപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ അദ്ദേഹം ആളുകളെ വിശ്വസിപ്പിച്ചു ബ്രൂട്ടസിനും കോൺസ്പിററ്റേഴ്സിനും സെൽഫിഷ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലേ, അദ്ദേഹത്തോട് അസൂയ, മരണം നേടിയെടുക്കണം എന്നൊക്കെയുള്ള സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ആൻഡ് ദ ക്രൗഡ് വാൻസ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അല്ലേ, അങ്ങനെ ആളുകൾ, ക്രൗഡ്, ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് എന്തായി, സീസറിന്റെ കൊലയാളികളോട് അവെഞ്ച് എന്താണ്, റിവെഞ്ച് ചെയ്യണം, പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തിലോട്ട് എത്തി. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ആന്റണീസ് ഒറേഷൻ, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഡ്യൂറിംഗ് വിച്ച് ദ മോബ് ഹാവ് ബിഗൺ ടു ചേഞ്ച് ദർ മൈൻഡ്. അല്ലേ, ആളുകളുടെ മൈൻഡ് മാറ്റിയിട്ടുള്ള ആ സ്പീച്ചിന്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഭാഗം അല്ലേ, ആ ഫസ്റ്റ് ഭാഗത്തിലുള്ള ആന്റണിയുടെ ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു പാർട്ടാണ് കേട്ടോ അത്. നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിലൊക്കെ കാണുന്നുണ്ടാവും സീസർ മരിച്ചു കിടക്കുന്നതും അതുപോലെ ആന്റണി പ്രസംഗിക്കുന്നതും ആളുകൾ വയലന്റ് ആവുന്നതും ഒക്കെ. ഓക്കെ, then നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്റർ ഷേക്സ്പിയർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റൈമിങ് സ്കീം ഏതാണെന്നൊന്നും ചോദിച്ച് നടക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ മക്കളെ. ഈ ഒരു പോം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് വേഴ്സ് ആണ് കേട്ടോ. ഷേക്സ്പിയറിൻ്റെ എഴുത്തുകളൊക്കെ പിന്നെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിലും വേറെ ലെവലിലൊന്നും സാഹിത്യപരമായിട്ടൊന്നും അങ്ങനെ കയറി പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ലൈൻസ് ഷേക്സ്പിയർ പ്ലേസ് ആർ ഇൻ ബ്ലാങ്ക് വേഴ്സ് ആണ്, ഫ്രീ വേഴ്സ് ആണ് കേട്ടോ. ബ്ലാങ്ക് വേഴ്സ് ഈസ് അൺറൈംഡ് ബട്ട് മെട്രിക്. അതിന് പ്രത്യേകിച്ച് റൈമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് പക്ഷെ മെട്രിക്കൽ ആയിരിക്കും, പക്ഷെ റൈം ഉണ്ടാവില്ല. ഓക്കെ, ദ ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ഇൻ 1599. ഒരു ഗ്ലോബ് തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അത് 15
99 അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. വാസ് ബെസ്റ്റ് നോൺ ലണ്ടൻ തിയേറ്റർ ഇൻ ഷേക്സ്പിയർ ടൈം. ഷേക്സ്പിയറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ, മീൻസ് നാടകമൊക്കെ കളിക്കുന്ന തിയേറ്റർ. ഓക്കെ, many of his plays such as Romeo and Juliet, Hamlet and Macbeth were staged there. അല്ലേ, അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങളുണ്ട്. റോമിയോ ജൂലിയറ്റ്, ഹാംലെറ്റ്, മാക്ബത്ത്, ഇതെല്ലാം അവിടെയാണ് കളിച്ചിട്ടുള്ളത്. ആൻഡ് ഡിസ്ട്രോയ്ഡ് ഇൻ ഫയർ ഇൻ 1613. അല്ലേ, അതൊരു ഫയറിൽ, ഒരു തീപിടുത്തത്തിൽ അത് നശിച്ചു പോയെങ്കിലും ഗ്ലോബ് വാസ് റീബിൽഡ് ഇൻ 1640. പിന്നീട് അത് വീണ്ടും റീബിൽഡ് ചെയ്തു. ദെൻ 1997 എ റെപ്ലിക്ക ഓഫ് ദ ഗ്ലോബ് വാസ് കൺസ്ട്രക്റ്റഡ് നിയർ ദ ഒറിജിനൽ സൈറ്റ് ആൻഡ് ഷേക്സ്പിയറിയൻ പ്ലേസ് കണ്ടിന്യൂ ടു ബി സ്റ്റേജ്ഡ്. അല്ലേ, പിന്നീട് അത് അവിടെ തന്നെ ഗംഭീരമായിട്ടത് നിർമ്മിക്കപ്പെടുകയും അതിനുശേഷം ഇപ്പോഴും ഷേക്സ്പിയറിൻ്റെ പ്ലേകൾ അവിടെ അരങ്ങേറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ, ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് വേഴ്സ് ഓഫ് ദ പോയറ്റിക് ഫോം. അതൊരു പോയറ്റിക് ഫോമിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ബ്ലാങ്ക് വേഴ്സ് ലൈൻസ് ഡു നോട്ട് റൈം ഈച്ച് അതർ ആൻഡ് ആർ യൂഷ്വലി റിട്ടൺ ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. അല്ലേ, അതെന്താണ്, ഓരോന്നിനൊരു പ്രത്യേക റൈമിംഗ് സ്കീം ഉണ്ടാവുകയില്ല. പക്ഷെ അത് അയാംബിക് പെൻറ്റാമീറ്ററിലായിട്ടാണ് എഴുതുക. എന്താണ് ആംബിക് പെൻറ്റാമീറ്റർ എന്ന് നോക്കാം. ആംബിക് പെൻറ്റാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈച്ച് ആംബിക് പെൻറ്റാമീറ്റർ ലൈൻ ഹാസ് 10 syllable. ഓരോന്നിലും 10 syllable ഉണ്ടാവും. നോക്കാം, ഓരോന്നിലും നമുക്കിവിടെ 10 syllable കാണാം. ഓക്കെ, ആ 10 syllable ഇത് അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്. 10 syllable അറിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ 2 2 2 2 അങ്ങനെ 10 ആട്ടോ. 10 syllable എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വേർഡ്സിൻ്റെ ഒരു പാറ്റേൺ കിടക്കുന്നത് കേട്ടോ. അതിൽ സ്ട്രെസ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, ഈ രണ്ടിൽ ഒന്ന് അൺസ്ട്രെസ്ഡ് ആയിരിക്കും, ഒന്ന് സ്ട്രെസ്ഡ് ആയിരിക്കും. ഒന്ന് അൺസ്ട്രെസ്ഡ്, ഒന്ന് സ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി. ഓക്കെ, നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഇവിടെ സ്ട്രെസ്ഡ് ആട്ടോ. ഈ റോമൻസ് സ്ട്രെസ്ഡ് ആണ്, കൺട്രിമെൻ അത് സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഒന്ന് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒന്ന് അൺസ്ട്രെസ്ഡ്. ലെൻ മീ യുവർ ഇയേഴ്സ്, ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, എന്നിരുന്നാൽ പോലും ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ് ആ ഒരു രീതിയിൽ ഈ ഒരു 10 syllable വരുന്ന ഈ ഒരു രീതിയാണ് ഈ അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ബ്ലാങ്ക് വേഴ്സ് രീതിയാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഓക്കെ, then Antony's speech is a powerful example of the Shakespeare use of blank verse filled with verbal irony. അല്ലേ, അദ്ദേഹം ഈ ഒരു ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സ് ഫില്ലഡ് വിത്ത് വെർബൽ ഐറണി. എന്താ വെർബൽ പറഞ്ഞാൽ എന്താ, വായ കൊണ്ട് പറയുന്നതാണ് വെർബൽ. ഐറണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ഉണ്ടാവും. അല്ലേ, പറയുന്നത് ഊനെ കാണുന്ന അടിപൊളിയാ, ഉദ്ദേശിച്ചത് എന്താ, മോശാന്നർത്ഥം. അല്ലേ, ഭയങ്കര ബുദ്ധിയാണ് അതിന്. എന്താ, ഒട്ടും ബുദ്ധിയില്ല, പക്ഷെ പറയുന്നതൊന്നും മറ്റൊന്നുമായിരിക്കും. അപ്പൊ വെർബൽ ഐറണി എന്ന് പറഞ്ഞാൽ ആവുന്നതാണ് കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ ആ ഡ്രമാറ്റിക് സ്പീച്ച്, ആ ഗംഭീരമായിട്ടുള്ള ആ പ്രസംഗം ഉണ്ടല്ലോ മക്കളെ, അതൊന്ന് നോക്കാം. എന്താ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻസ്, അല്ലേ, ആ ഒരു വിളി തന്നെ ഉണ്ട് അല്ലേ മക്കളെ. എന്താണ്, കൂട്ടുകാരെ അല്ലേ, ഫ്രണ്ട്സ്, റോമൻസ്, എൻ്റെ റോമക്കാരെ, കൺട്രിമാൻ, എൻ്റെ നാട്ടുകാരെ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെവികൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലീസ് ലിസൺ ടു മീ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നൊരർത്ഥത്തിലാണ്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ അല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം എന്താണ്, ഐ കം ടു ബറി സീസർ, ഞാനിവിടെ സീസറിനെ ബറി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. സീസറിൻ്റെ ചടങ്ങ് അല്ലേ, ശവസംസ്കാര ചടങ്ങ്, അദ്ദേഹത്തെ അടക്കം ചെയ്യാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നോട്ട് പ്രൈസ് ഹിം, നോട്ട് ടു പ്രൈസ് ഹിം, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനല്ല, അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ എന്ത് ചെയ്യാനാണ്, അദ്ദേഹത്തെ ഞാനിവിടെ അടക്കാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. The evil that men do lives after them, the good is often interred with their bones. The evil that men do lives after them. Evil means മനുഷ്യർ ചെയ്ത തെറ്റുകൾ. Evil means തെറ്റായ കാര്യങ്ങൾ. The evil that men do lives, മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന, do means ചെയ്യുന്ന, മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ, ആഫ്റ്റർ ദം, അവർക്ക് ശേഷവും, ആഫ്റ്റർ ദം, അവരുടെ മരണാന്തര ശേഷവും അത് നിലനിൽക്കും.
ദ ഗുഡ് ഈസ് ഓഫ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷെ ദ ഗുഡ്, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഓഫൺ, അത് പലപ്പോഴും എന്ത് ചെയ്യാണ്, ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്, അവരുടെ എല്ലുകളുടെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ അസ്ഥികൂടങ്ങളുടെ കൂടെ അത് ഇൻഡേർഡ് ചെയ്യപ്പെടും പറഞ്ഞാൽ എന്താ, അത് അവരുടെ അസ്ഥികൂടങ്ങളുടെ കൂടെ അത് അടക്കപ്പെടും. ഓക്കെ, മനുഷ്യർ ചെയ്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ദോഷം കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ, അത് അവരുടെ മരണശേഷവും നിലനിൽക്കുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരുടെ ശവക്കല്ലറുകളിനുള്ളിൽ തന്നെ, അവരുടെ അസ്ഥികൂടങ്ങൾ കൂടെ തന്നെ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ ആരും പറയില്ല, അതിൽ ചീത്ത കാര്യങ്ങളേ ഉള്ളൂ പിന്നീട് ബാക്കി നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇൻഡേർഡ് മീൻസ് ആ ഗ്രോവിൻ്റെ ഉള്ളിൽ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ അടക്കുക, മീൻസ് അവരുടെ അസ്ഥികൂടങ്ങളെ കൂടെ തന്നെ അടക്കുക എന്നൊരു അർത്ഥത്തിൽ. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സോ സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, ദ നോബൽ ബ്രൂട്ടസ്, മഹാനായ അല്ലേ, വളരെ സത്യസന്ധനായിട്ടുള്ള മാന്യനായിട്ടുള്ള ബ്രൂട്ടസ്, ഹാത്ത് ടോൾഡ് യു, ഹാസനാട്ടെ ഈ ഹാത്ത് പറയുന്നത്, ഹാത്ത് ടോൾഡ് യു സീസർ വാസ് ആംബിഷ്യസ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ പ്രസംഗിച്ചിട്ട് പോയിട്ടാണല്ലോ ആന്റണിക്ക് പ്രസംഗിക്കാൻ കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ബ്രൂട്ടസ് പറയുന്നു, മാന്യനായിട്ടുള്ള നോബലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രൂട്ടസ് പറയുന്നു, സീസർ ഒരു ആംബിഷ്യസ് ആണ്, ഒരു ദുർമോഹിയാണ് അല്ലേ, അദ്ദേഹം ഒരു അത്യാഗ്രഹിയാണ്, ദുർമോഹിയാണെന്ന്, അധികാരമോഹിയാണെന്ന് ആര് പറയുന്നു, ബ്രൂട്ടസ് പറയുന്നു എന്നാണ്. ഇഫ് ഇറ്റ് വെർ സോ, അത് അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ, ഇഫ് ഇറ്റ് വെർ സോ, അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ, ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്, അത് വളരെ വലിയൊരു തെറ്റാണ്. ഗ്രീവിയസ് മീൻസ് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു ഫോൾട്ടാണ്, അത് തെറ്റ് തന്നെയാണ്. ആൻഡ് ഗ്രീവിയസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്, അതിന് വളരെ ഭയാനകരമായിട്ട് വലിയ തെറ്റാണെങ്കിൽ അതിന് വലിയൊരു സീസർ ആൻസർ, അതിന് വലിയൊരു മറുപടി ആയിട്ട് തന്നെ, അതിന് വലിയൊരു ഉത്തരം തന്നെ സീസർ കൊടുത്തിരിക്കുന്നു. ഐ മീൻ സീസർ ചെയ്ത തെറ്റാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. അതിന് അദ്ദേഹം മരണത്തെക്കാൾ വലിയൊരു വില കൊടുക്കാൻ ഇനിയില്ല അല്ലേ, ഒരാൾക്ക് അതിനും വലിയ ശിക്ഷ കൊടുക്കാനുണ്ടോ, ഇല്ല. അദ്ദേഹത്തിൻ്റെ മരണം തന്നെയാണ് ഇത് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ തെറ്റാണ്. അദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ, അതൊരു തെറ്റാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനൊരു വലിയ ആൻസേർഡ്, അദ്ദേഹം ഒരു വലിയ രീതിയിൽ അത് തന്നെ അതിനുള്ള മറുപടി, അതിനുള്ള ഉത്തരം നൽകിയിരിക്കുന്നു. ഹിയർ, ഇവിടെ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്രൂട്ടസും റെസ്റ്റ് എന്നാൽ നമ്മുടെ കോൺസ്പിറേറ്റേഴ്സ് ഉണ്ടല്ലോ, ബാക്കി ആളുകൾ, അവർ ഇവിടെ ബ്രൂട്ടസും അവരുടെ ആളുകളും, ബ്രൂട്ടസും അവൻ്റെ കൂടെയുള്ള ആളുകളും ഇവിടെ അവരുടെ താഴെ. ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് എന്താണ്, വളരെ സത്യസന്ധനായിട്ടുള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ 3-4 വട്ടം നല്ലോന പറഞ്ഞ് നമുക്കെന്നെ തോന്നി ഇത് എന്തിനങ്ങനെ വീണ്ടും എടുത്ത് പറയണേ. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്നത് നല്ല ആളല്ല കേട്ടോ, ഹോണറബിൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ രീതിയിലാണ്, പക്ഷേ പറയുമ്പോൾ അങ്ങനെ പറയാണ്, വെർബൽ ഐറണി. ഓക്കെ, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. പക്ഷെ എന്താണ് ബ്രൂട്ടസ്, എന്താണ് ഒരു ഹോണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. സോ ആർ ദേ ഓൾ, അവരെല്ലാവരും, ഓൾ ഹോണറബിൾ മെൻ, അവരെല്ലാവരും മാന്യരായിട്ടുള്ള, നോബലിസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, മാന്യരായിട്ടുള്ള മനുഷ്യരാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണർ. എന്നെ ഇവിടെ എന്താണ് ഫ്യൂണറല്, സീസറിൻ്റെ ഈ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു. അവരെല്ലാവരും എന്താണ്, അതുകൊണ്ട് അവരെല്ലാവരും മാന്യരാണ്. ഓക്കെ, ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ഹി എന്ന് ഉദ്ദേശിച്ച് ഇവിടെ സീസറാട്ടോ. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവിടെ നിർത്തിയിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ട് മുമ്പിൽ സീസറിൻ്റെ. അപ്പം അത്ര ഇമോഷണൽ ആയിട്ടാട്ടോ ഇത് പറയുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്, അദ്ദേഹം എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ, അദ്ദേഹം എന്നോട് വളരെയധികം ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു, എന്നെ ട്രസ്റ്റ്ഫുൾ ആയിട്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എൻ്റെ അടുത്ത് വളരെ വിശ്വസ്തനായിരുന്നു അല്ലേ, സത്യസന്ധനായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത്. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷെ നമ്മുടെ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം എന്താണ്, ദുർമോഹിയാണെന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. പക്ഷെ ബ്രൂട്ടസ് എന്താണ്, ഹോണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ രണ്ടാമതും പറയും, ഇത് ആക്കിയിട്ട് പറയുകയാണ് കേട്ടോ, ആക്കി പറയില്ലാറ്, കളിയാക്കി പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അത് കേട്ടോ. ബ്രൂട്ടസ് സേസ് ഹി വാസ് ആൻ ആംബീഷ്യസ്. ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം എന്താണ്, ഇത് പറയുമ്പോൾ പറയേണ്ട അദ്ദേഹം എന്താ വളരെ സത്യസന്ധനാണ്, അദ്ദേഹം എന്നോട് സത്യസന്ധന പുലർത്തിയ ആളാണ്. പക്ഷെ ബ്രൂട്ടസ് പറയുന്നു
അദ്ദേഹം എന്താണ്? ദുർമോഹിയാണ്. പക്ഷെ ബ്രൂട്ടസ് എന്താണ്? ഹോണറബിൾ മാൻ ആണ് അല്ലേ? ആൻഡ് hath brought many captives home to Rome. He hath, Brutus അല്ലെ, ബ്രൂട്ടസ് അല്ല, he എന്ന് പറഞ്ഞ ഇവിടെ സീസറാണ്. സീസർ hath brought many captives home to Rome. അല്ലേ? നമ്മുടെ റോമിലോട്ട് ഒരുപാട് ക്യാപ്റ്റീവ്സിനെ, ഒരുപാട് പ്രിസണേഴ്സിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ റോമിൽ മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും? യുദ്ധം ചെയ്തിട്ട് അവിടുത്തെ വലിയ വലിയ ആൾക്കാരെയും രാജാക്കന്മാരെയും രാജകുമാരന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുവരും. അവിടുത്തെ ആളുകളെ, സൈനാധിപരെയൊക്കെ പിടിച്ചു കൊണ്ടുവരും റോമിലോട്ട്. എന്നിട്ട് അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവരപ്പം എന്ത് ചെയ്യും? കുറേ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവർ വിട്ടുകൊടുക്കും. അപ്പോൾ ആ മോചനദ്രവ്യം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സീസർ യുദ്ധം കഴിയുമ്പോൾ പോരുമ്പോൾ അവർ തോൽക്കുമ്പോൾ അവിടുന്ന് കുറേ വലിയ ആളുകളെയും പ്രധാനികളെയും കൊണ്ടുവരും. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സീസർ ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. നമ്മുടെ റോമിലോട്ട് ഒരുപാട് ക്യാപ്റ്റീവ്സിനെ സീസർ കൊണ്ടുവന്നിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. റാൻസം ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിൽ. അവരുടെയൊക്കെ മോചനദ്രവ്യം ഉപയോഗിച്ചിട്ട്, അവരെയൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പൈസ ഉപയോഗിച്ചിട്ട് ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിൽ. അല്ലേ? സ്വന്തം ഖജനാവാണോ? ഇല്ല. എന്താണ്? പൊതുഖജനാവ്. അല്ലേ? പൊതുഖജനാവ്. ഈ കഫേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബോക്സ് ആണ്. ഇവിടെ ഉദ്ദേശിച്ച ഖജനാവാട്ടോ, പൊതുഖജനാവ് ഉണ്ടാവും അല്ലേ? അത് അദ്ദേഹം ഫില്ല് ചെയ്തു, നിറച്ചു. ഓക്കെ, ആളുകളെ, പ്രിസണേഴ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് കിട്ടുന്ന റാൻസം കൊണ്ട്, അവർക്ക് കിട്ടുന്ന മോചനദ്രവ്യം കൊണ്ട് നമ്മുടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പൊതു ഖജനാവ് അല്ലേ, പൊതു ട്രഷറി, പബ്ലിക് ട്രഷറി അദ്ദേഹം എന്ത് ചെയ്തു? നിറച്ചു, പണം കൊണ്ട് നിറച്ചു. Did this in Caesar seem ambitious? ഈ പ്രവൃത്തിയില്ലേ, ഇതാണോ നിങ്ങൾ കാണുന്നത്? ഇതിൽ സീസർ ഈ കാണുന്നതാണോ അംബീഷ്യസ്? ഇതാണോ ദുർമോഹി? ഓക്കെ. When that the poor have cried, Caesar hath wept. When the poor cried, പാവപ്പെട്ട ആളുകൾ കരയുമ്പോൾ സീസർ hath wept. സീസറും കൂടെ വിങ്ങാറുണ്ടായിരുന്നു, സീസറും വെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, സീസറും കരയാറുണ്ടായിരുന്നു. പാവപ്പെട്ട ആളുകൾ കരയുമ്പോൾ അവരുടെ കൂടെ സീസറും കരയാറുണ്ടായിരുന്നു. Ambition should be made of sterner stuff. അല്ലേ? അംബിഷൻ, ദുർമോഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ദുർമോഹികൾ എങ്ങനെയായിരിക്കും? ഹാർഡ് സ്റ്റഫാഡ് അല്ലേ? ഹാർഡ് ഹേർട്ടഡ് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ, കഠിന ഹൃദയർ, കല്ല് പോലത്തെ അല്ലേ, കഠിന ഹൃദയരായിരിക്കും ആര്? ഈ പറഞ്ഞ ദുർമോഹികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് പറയുന്നുണ്ട്? ജനങ്ങൾ കരയുമ്പോൾ സീസർ കരയും. ഹാർഡ് ഹേർട്ടായിട്ടുള്ള ആളുകൾ കരയോ? ഇല്ല. അപ്പൊ മുകളിൽ അദ്ദേഹത്തിന് പോസിറ്റീവ് പറയുന്നുണ്ട്, എന്നിട്ട് ആളുകളോട് ചോദ്യം ചോദിക്കുകയാണ്, ഉത്തരം കൊടുക്കുകയാണ് ആദ്യം. മനസ്സിലായില്ലേ? സീസർ ഇങ്ങനെ പറയാണ്, സീസർ ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവർ പറയാണ്, സീസർ ജനങ്ങൾ പാവപ്പെട്ട് കഴിയുമ്പോൾ സീസർ കരയാറുണ്ടായിരുന്നു. എന്നിട്ട് താഴെ ചോദിക്കുകയാണ്, എന്നിട്ട് താഴെ പറയാണ്, അംബീഷ്യസ് ആളുകൾ ഹാർട്ടായിരിക്കും, സ്ട്രോങ് ഹൃദയമുള്ളവരായിരിക്കും. അപ്പൊ അവിടെ അർത്ഥം എന്താ? സീസർ അല്ല, സീസർ ഈ പറഞ്ഞ മാതിരി പാവപ്പെട്ട് കഴിയുമ്പോൾ കൂടെ കരയാറുണ്ട്. അങ്ങനെ ഒരു ആളുകളിലോട്ട് എത്തിച്ച് ഇമോഷണലി അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ് ചോദിച്ചിട്ട് കേട്ടോ. Yet Brutus says he was ambitious. പക്ഷെ എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ആംബിഷ്യസ് ആണെന്ന്, അദ്ദേഹം ദുർമോഹിയാണെന്ന്, അധികാര ദുർമോഹിയാണെന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. പക്ഷെ നമ്മുടെ ബ്രൂട്ടസ് എന്താണ്? ഒരു ഹോണറബിൾ ആയിട്ടാണ്. ഈ ഒരു ഓണറബിൾ മാൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഏകദേശം മനസ്സിലായി. ആ ഹോണറബിൾ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചാണ്. അദ്ദേഹം ഓണറബിൾ അല്ല, അദ്ദേഹം വിശ്വാസവഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? സത്യസന്ധനല്ല, വിശ്വാസവഞ്ചന അല്ലേ? അത്രയും ആത്മസുഹൃത്തായിട്ടുള്ള അദ്ദേഹം ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ കൂടെയുള്ള ആളുകളും പല ദുർമാർഗങ്ങളും അത്യാഗ്രഹവും കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഓക്കെ, ബ്രൂട്ടസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇത്രയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ബ്രൂട്ടസ് എന്ത് പറയുന്നു? ബ്രൂട്ടസ് അതി ആംബിഷ്യസ് എന്ന് പറയുന്നു, പക്ഷെ ബ്രൂട്ടസ് എന്താണ്? ആൻ ഹോണറബിൾ മാൻ. ഓക്കെ. യു ഡിഡ് ഓൾ സീ ദാറ്റ് ഓൺ ദ ലൂപ്പർകോൾ അല്ലേ? യു ഡിഡ് ഓൾ സീ ദാറ്റ് ഓൺ ദ, നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ ലൂപ്പർകോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അവിടെ നടക്കുന്ന ഒരു ആഘോഷമാണ്, ഒരു ഫെസ്റ്റിവലാണ്. നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ലൂപ്പർകോളിൽ. ഐ ത്രോയ്സ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ അല്ലേ? രാജാവിൻ്റെ കിരീടം ഐ ത്രോയ്സ് പ്രസന്റലി, ഞാൻ പ്രസന്റ് നൽകി 3 തവണ. ത്രോയ്സ് 3 തവണയാണ് ഞാൻ രാജാവിൻ്റെ കിരീടം അദ്ദേഹത്തിന് നൽകിയത്, സീസർക്ക് നൽകിയത്.
വിച്ച് ഹി ഡിഡ് ത്രോയ്സ് റിഫ്യൂസ്. പക്ഷെ 3 തവണയും അദ്ദേഹം അത് റിഫ്യൂസ് ചെയ്തു, നിഷേധിച്ചു. ഓക്കെ, വാസ് ദിസ് അംബീഷ്യസ്? ഇതാണോ ദുർമോഹി? ഇത് ദുർമോഹമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഒരിക്കലും കിരീടത്തിന് വേണ്ടിയിട്ട് അല്ലെ, രാജാവാൻ ഒരിക്കലും സീസർ ആഗ്രഹിച്ചിരുന്നില്ല, സീസർ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്ന് ആളുകളിലോട്ട് എത്തി. അതാണല്ലോ ഇപ്പൊ അവർ പ്രസംഗിച്ച് ബ്രൂട്ടസ് ഇറങ്ങി പറഞ്ഞു പോയത്. സീസർ അങ്ങനെയായിരുന്നു, ദുർമോഹം സീസർക്ക് ഭരിക്കാനും അങ്ങനെ ഏകാധിപതി ആവാനും അങ്ങനെ ആയിരുന്നു ആഗ്രഹം എന്നാണ് പറഞ്ഞു പോയത്. അപ്പൊ അദ്ദേഹം അത് തെളിവ് സഹിതം പറയുകയാണ്. ആ ചടങ്ങിൽ അവരുടെ പ്രോഗ്രാമായിട്ടുള്ള ലൂപ്പർകോൾ എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലിൽ 3 തവണ ഞാൻ കിരീടം സീസറിന് കൊടുത്തിട്ടും 3 തവണയും സീസർ അത് നിഷേധിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, വാസ് ദിസ് ആംബിഷ്യൻ? ഇതാണോ ദുർമോഹം? ഇതാണോ ദുർമോഹം? ഇത് ദുർമോഹമായിരുന്നോ? ആൻഡ് യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആൻ ആംബിഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം എന്താണ്? ആംബിഷ്യസ് ആണ്, അദ്ദേഹം അത്യാഗ്രഹിയാണ്, അദ്ദേഹം അധികാര ദുർമോഹിയാണെന്ന് ബ്രൂട്ടസ് പറയുന്നു. ആൻഡ് ഷുവർ ഹീസ് ആൻ ഓണറബിൾ മാൻ. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഹീസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്താണ്? ഒരു ഓണറബിൾ ആയിട്ടുള്ള മാനാണ്, ഒരു മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഞാനിവിടെ സംസാരിക്കുന്നത് ബ്രൂട്ടസ് സംസാരിച്ച കാര്യങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ അതിനെ ഡിസ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അതിനെ തിരുത്തിയ അതിനെതിരെ സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിതൗട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരു കാലത്ത് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ആര്? സീസറിനെ. നിങ്ങളെല്ലാവരും സീസറിനെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു. എന്താണ് നോട്ട് വിത്തൗട്ട് കോസ്? എന്താണ് നോട്ട് വിത്തൗട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് അങ്ങനെ എതിർപ്പുകളൊന്നുമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. വിത്ത് ഹോൾഡ് എന്ന് പറഞ്ഞാൽ തടസ്സം. പിന്നെ എന്ത് തടസ്സമാണ് അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്? അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ കരയുവാൻ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് വിലാപിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് വിലപിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് മോൺ ചെയ്യാൻ, അല്ലേ? ഈ മരിച്ചു കിടക്കുമ്പോൾ ആളുകൾ വിലപിക്കൂല, അതിനാണ് പറയാം കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് കരയുവാൻ നിങ്ങൾക്ക് തടസ്സം? എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാനുള്ള തടസ്സം? ഓക്കെ, ഹോ ജഡ്ജ്മെന്റ്, ഹോ നീതിപീഠമേ. നമ്മളങ്ങനെ പറയില്ലേ, ഈ നീതിപീഠത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, നീതി തീരുമാനങ്ങൾ എടുക്കുന്ന ആളില്ലേ. ഓ ജഡ്ജ്മെന്റ്, ഓ നീതിപീഠമേ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ ആ ഒരു അർത്ഥത്തിൽ വിളിക്കുകയാണ്. ദോ ആർട്ട് ഫ്ലം ടു ബ്രൂട്ടിഷ് പ്രീസ്റ്റ്, അല്ലെ? എന്താണ് പറയുന്നത്? മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളോട് പറയുന്നത് എന്താണ്? വളരെ ക്രൂരനായിട്ടുള്ള മൃഗങ്ങൾ, അതാണ് ഈ ബ്രൂട്ടിഷ് ബീസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അത് ക്രൂരത കാണിക്കുന്ന മൃഗങ്ങൾ, അല്ലേ? ദോ ആർട്ട്, ദോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യു. ആർട്ട് എന്ന് പറഞ്ഞാൽ യു ആർ ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. നമ്മളെല്ലാവരും എന്തായാലും ആയിരിക്കുന്നു? ക്രൂര മൃഗങ്ങളെ പോലെ ആയിരിക്കുന്നു, അല്ലേ? അത്രയും നമ്മുടെ മനസ്സ് മോശപ്പെട്ടിരിക്കുന്നതാണ്, ഇത്രയും ക്രൂരതയായിരിക്കുന്നു, അല്ലേ? ഇങ്ങനെ ഇത്രയും നല്ലവനായൊരു മനുഷ്യനെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അത്രയും ക്രൂരത ആയിരിക്കുന്നു. ആൻഡ് മെനി ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. മീൻസ് മനുഷ്യർ, ആളുകൾക്ക് ഹാവ് ലോ ദെയർ റീസൺ, നിങ്ങളുടെ ലോജിക്ക് ചിന്തിക്കാനുള്ള റീസൺ, ചിന്താശേഷി, തെറ്റേത് ശരി ഏതെന്ന് തിരിച്ചറിയാനുള്ള റീസൺ, ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിയർ വിത്ത് മീ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കൂ, എൻ്റെ ഒന്ന് ലിസൺ ചെയ്യൂ, എൻ്റെ കൂടെ കൂടൂ. മൈ ഹാർട്ട് ഇസ് ഇൻ ദ കഫിൻ വിത്ത് ദ സീസർ. എൻ്റെ ഹൃദയം ഇപ്പോൾ എവിടെയാണ്? എൻ്റെ അടുത്തില്ല. ഇതാ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കഫിനിലാണ്, അല്ലേ? ഈ കല്ലറി ശവപ്പെട്ടിയൊക്കെ ഉണ്ടാവില്ല, അതിനാണ് കഫിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഹൃദയമുള്ളത് ഇപ്പോൾ, സീസറിൻ്റെ കൂടെ. ഐ മസ്റ്റ് പോസ്, എനിക്കൊന്ന് നിർത്തണം, എനിക്കിനി സംസാരിക്കാൻ കഴിയില്ല, എനിക്കൊരു പോസ് ചെയ്യണം, എനിക്കൊന്ന് ശ്വാസം ഒന്ന് നിർത്തണം. ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ, അതെൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നവരെ. എൻ്റെ ഹൃദയം ഇപ്പോൾ തളർന്നിട്ടുണ്ട്, എൻ്റെ ഹൃദയം ഇപ്പോൾ ഈ മനുഷ്യൻ്റെ കൂടെയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അല്ലേ, റോമുകാർക്ക് വേണ്ടി ജീവിച്ച, ഒട്ടും ആംബിഷ്യസ് അല്ലാത്ത, അല്ലേ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് പറയുന്നില്ല എന്നുള്ളൂ. ആ മനുഷ്യൻ്റെ കൂടെയാണ് ഇപ്പോൾ എൻ്റെ ഹൃദയമുള്ളത്. അത് തിരിച്ചു വരുന്നവരെ എനിക്കൊന്ന് എൻ്റെ വാക്കുകൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയില്ല, അത്രത്തോളം ഇമോഷണൽ ആവുകയാണ്. എനിക്കൊന്ന് പോസ് ചെയ്യണം,
ആ ഹൃദയം ഇനി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് വരെ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം അവിടെ നിർത്തുകയാണ് കേട്ടോ. അവിടെ നിർത്താൻ ഒരു പോസ് കൊടുക്കുകയാണ്, അവിടെ ഇവിടെ നിൽക്കുകയാണ്. ശരിക്കും ഇനിയും ബാക്കി ഈ പ്രസംഗം ഉണ്ട് കേട്ടോ. അപ്പോൾ ദെൻ after Mark Antony's speech, the crowd turns against the conspirators. അല്ലേ, മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന് ശേഷം അതിനുശേഷം അദ്ദേഹം ഞാൻ പറഞ്ഞ മാതിരി ആ വില്ലൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അവരെ എഴുതി കൊടുത്ത മരണാന്തരം എഴുതിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഡെഡ് ബോഡിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ആഫ്റ്റർ മാർക്ക് ആന്റണീസ് സ്പീച്ച് ദ ക്രൗഡ് ടേൺ അഗെയിൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്. ക്രൗഡ് എന്ത് ചെയ്യാണ്? ആർക്കെതിരെ തിരിയാണ്? ഗൂഢാലോചന ടീമിനെതിരെ തിരിയാണ്. ആൻഡ് സിക്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? പ്രതികാരം വീട്ടണം സീസറുടെ കൊലപാതകത്തിന്, സീസറുടെ കൊലക്ക്. ദ കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ് റിയലൈസ് ദാറ്റ് ദ ഡേഞ്ചർ ആൻഡ് ഫ്ലീ. അവർ മനസ്സിലാക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, അവസ്ഥരം ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോയി അവരവിടെ നിന്ന് ഫ്ലീ പറഞ്ഞാൽ അവർ ഓടിപ്പോവുകയാണ്. And Mark Antony having successfully manipulated the crowd. മാർക്ക് ആന്റണി എന്ത് ചെയ്തു? വളരെ സക്സസ്ഫുൾ ആയിട്ട് ആള് മാനിപ്പുലേറ്റ് ചെയ്തു, മനുഷ്യരുടെ മൈൻഡ് വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്ന പോലെ. emerges as a leader gathering support from the people of the Rome. അദ്ദേഹം എങ്ങനെ വളർന്നു വന്നു? പിന്നീട് ഒരു പ്രമുഖ ലീഡറായിട്ട് റോമിലെ ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അദ്ദേഹം നല്ല പ്രസംഗിക്കനല്ലേ, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു വലിയ ലീഡറായിട്ട് അവിടെ വരികയാണ്. ഹി അലോങ് വിത്ത് ദ ഒക്ടാവിയസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ജൂലിയസ് സീസറിൻ്റെ വളർത്തുമകനാണ് കേട്ടോ ഒക്ടാവിയസ്. ജൂലിയസ് സീസേഴ്സ് നെഫ്യൂ ആൻഡ് അതേഴ്സ്, ബാക്കിയുള്ള ആളുകളും. ലെറ്റ്സ് എ ബാറ്റിൽ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഡിഫീറ്റ് ആൻഡ് ഡെത്ത് ഓഫ് ദ കോൺസ്പിറേറ്റേഴ്സ്. അല്ലേ, അവരൊരു ബാറ്റിൽ, അവരൊരു യുദ്ധം നടത്തുകയാണ്, സംഘർഷങ്ങളൊക്കെ നടത്തുകയാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ഡിഫീറ്റ്, പരാജയപ്പെടുകയാണ്, ഡെത്ത് ഓഫ് ദ കോൺസ്പിറേറ്റേഴ്സ്. കോൺസ്പിറേറ്റേഴ്സിന്റെ മരണമാണ് ആ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതും ഇവിടെ ഇംഗ്ലീഷിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് സിമ്പിളായിട്ട് ഈ പ്രസംഗം ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ആ ആ ഡ്രാമാറ്റിക് സ്പീച്ച് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൽ ഓരോ ലൈനിൻ്റെയും മീനിങ് ആണ് ഓരോ ലൈനായിട്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ലൈന്, ഇത് ഫസ്റ്റ് ലൈനാണ്, ഇത് രണ്ടാം ലൈൻ, ഇത് 3, ഇത് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോന്നിൻ്റെയും കറക്റ്റ് ലൈൻ മീനിങ് ആണ് വരുന്നത്. നോക്കാം. അപ്പോൾ ഇത് ആ ഒരു പ്രസംഗം അതേപോലെ കൊടുത്താണ്, അതേ ഡയറക്റ്റ് മീനിങ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, റോമൻസ്, മൈ ഫെലോ സിറ്റിസൺ, പ്ലീസ് ലിസൺ ടു മീ. എന്നെ ശ്രദ്ധിക്കൂ എന്നാണ്. ഓക്കെ, ഐ എം ഹിയർ ടു അറ്റൻഡ് സീസർ ഫ്യൂണറൽ, നോട്ട് ടു സ്പീക്ക് ഇൻ ഫേവർ ഓഫ് ഹിം. അല്ലേ, ഞാനിവിടെ വന്നിട്ടുള്ളത് സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിനാണ്, അല്ലാതെ അദ്ദേഹത്തിന് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പീപ്പിൾ റിമെമ്പർ ദ ബാഡ് തിങ് സമ്മൺ ഡിഡ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ആളുകൾ എന്ത് ചെയ്യുന്നു? മനുഷ്യർ ചെയ്ത ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നു ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്, അവരുടെ മരണശേഷവും. വൈൽ ദെയർ ഗുഡ് ഡീഡ്സ്, പക്ഷെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആർ ഓഫൺ ബറീഡ് ആൻഡ് ഫോർഗോട്ടൺ വിത്ത് ദെം. അത് അവരുടെ കൂടെ തന്നെ ബറീഡ്, കുഴിച്ചു മൂടപ്പെടുന്നു, അല്ലെങ്കിൽ മറന്നു പോകുന്നു. ലെറ്റ് ദാറ്റ് ഹാപ്പൻ വിത്ത് സീസർ ടു. അത് തന്നെ ആവട്ടെ സീസർക്കും സംഭവിച്ചത്. ബ്രൂട്ടസ്, ആൻ ഹോണറബിൾ മാൻ ടോൾഡ് യു സീസർ വാസ് ടു ആംബിഷ്യസ്. ബ്രൂട്ടസ്, വളരെ മാന്യനായിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നു, സീസർ എന്താണ്? വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ദുർമോഹിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ദ നെക്സ്റ്റ് ലൈൻ, ഇഫ് ദാറ്റ് വാസ് ട്രൂ, ഇനി അത് സത്യമാണെന്നിരിക്കട്ടെ, ഇറ്റ് വാസ് എ സീരിയസ് മിസ്റ്റേക്ക്. അതെന്താണ്? അത് സത്യമാണെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ആൻഡ് സീസർ ഹാസ് പെയ്ഡ് ഫോർ ഇറ്റ് വിത്ത് ഹിസ് ലൈഫ്. സീസർ അതിന് തൻ്റെ ലൈഫ് കൊണ്ട് തന്നെ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു, അതിന് പെയ്ഡ് ചെയ്തിരിക്കുന്നു. ഹിയർ ഐ ഹാവ് എ പെർമിഷൻ ഓഫ് ബ്രൂട്ടസ് ആൻഡ് അതേഴ്സ് ടു സ്പീക്ക് നൗ. ഇവിടെ എനിക്ക് ബ്രൂട്ടസും അവൻ്റെ ആളുകളും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റുള്ളവരും സംസാരിക്കാൻ പെർമിഷൻ തന്നു. ബിക്കോസ് ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ ആൻഡ് സോ ആർ the others. കാരണം എന്താണ്? ബ്രൂട്ടസ് ഒരു ഹോണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ഓക്കെ, ദാറ്റ്സ് വൈ ഐ ഹാവ് കം ടു സ്പീക്ക് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ. അല്ലേ, അതുകൊണ്ടാണ് അല്ലേ ഞാൻ ഇവിടെ സീസറിൻ്റെ ഫ്യൂണറലിൽ സംസാരിക്കുന്നത്. സീസർ വാസ് മൈ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹോണസ്റ്റ് ഫ്രണ്ട്. സീസർ എൻ്റെ വിശ്വസ്തനും വളരെ സത്യസന്ധനുമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് സീസർ വാസ് ആംബിഷ്യസ്. പക്ഷെ ബ്രൂട്ടസ് പറയുന്നു സീസർ ആംബിഷ്യസ് ആണ്. ഓഫ് കോഴ്സ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. തീർച്ചയായും ബ്രൂട്ടസ് എന്താണ്? ഒരു ഹോണറബിൾ മാനാണ്.
Caesar has brought many prisoners back to Rome, and their mass and money helped with the public treasury. Did this make him appear ambitious too? സീസർ ഒരുപാട് പ്രിസണേഴ്സിനെ റോമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന ആ റാൻസം മണി ഉപയോഗിച്ച്, ആ മോചന ദ്രവ്യം ഉപയോഗിച്ചിട്ട് പബ്ലിക് ട്രഷറി, അവിടുത്തെ പൊതുഖജനാവ് നിറച്ചിട്ടുണ്ട്. ഇതാണോ സീസർ ആംബിഷ്യസ് എന്ന് പറയുന്നത്? When poor people have cried, Caesar has cried with them. പാവപ്പെട്ട ജനങ്ങൾ കരയുമ്പോൾ സീസറും അവരുടെ കൂടെ കരയാറുണ്ടായിരുന്നു. A truly ambitious person should be cruel and hard hearted. വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ ക്രൂരമായിരിക്കും, വളരെ ഹാർഡായിട്ടുള്ള ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും, കഠിന ഹൃദയനായിരിക്കും. Still, എന്നിട്ടും ബ്രൂട്ടസ് says Caesar was an ambitious and of course Brutus is an honorable man. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ ആംബിഷ്യസ് ആണ്. തീർച്ചയായും ബ്രൂട്ടസ് ഒരു ഹോണറബിൾ മനുഷ്യനാണ്. You also, during the festival of the Lupercal, that I offered him that crown 3 times, and the refusal in each time was that an ambition. നിങ്ങൾക്കറിയാം, ലൂബർക്കോൾ എന്ന് പറയുന്ന നമ്മുടെ ഫെസ്റ്റിവലിൽ 3 തവണ ഞാൻ അദ്ദേഹത്തിന് രാജ്യകിരീടം അണിയിച്ചു കൊടുത്തപ്പോൾ 3 തവണയും അദ്ദേഹം അത് നിഷേധിച്ചു. തീർച്ചയായിട്ടും ഇതാണോ ആംബിഷ്യസ്? ഇതാണോ ദുർമോഹം എന്ന് പറയുന്നത്? But again, വീണ്ടും ബ്രൂട്ടസ് സേസ്, പക്ഷെ ബ്രൂട്ടസ് പറയുന്നു he was an ambitious man. അദ്ദേഹം ഒരു ദുർമോഹിയാണ്. ആൻഡ് ഷുവർലി ബ്രൂട്ടസ് ഇസ് an honorable man. തീർച്ചയായും ബ്രൂട്ടസ് ഒരു ഓണറബിൾ മനുഷ്യനാണ്, അല്ലേ? ആ 3ാമത്തെ പറച്ചിലും കൂടെ പറയുന്നതോട് കൂടി നന്നായിട്ട് ആളുകൾക്ക് കൊള്ളൂല്ലേ മക്കളെ? വല്ലാത്തൊരാക്കി പറച്ചിലാണ്, അല്ലേ? ഐ എം നോട്ട് ഹിയർ ടു ആർഗ്യൂ അഗെയിൻസ്റ്റ് വാട്ട് ബ്രൂട്ടസ് സെഡ്, but I just speak about what I know about my friend Caesar. ഞാനിവിടെ ബ്രൂട്ടസിനെതിരെ സംസാരിക്കാൻ വന്നതല്ല, പകരം എന്താണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. You all once loved Caesar with good reason. നിങ്ങൾ എല്ലാവരും ഒരു കാലത്ത് സീസറിനെ സ്നേഹിച്ചിരുന്നു, അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടായിരുന്നു, അല്ലേ? What stop you from grieving for him now? ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമുള്ളത്? വിസ്ഡം ആൻഡ് കോൺസിയൻസ്, അല്ലേ? ഈ പറഞ്ഞ പോലെ നീതി, അല്ലേ? വിസ്ഡം, നീതി, you have lost your sense and become a cruel as wild and miss. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു? ബുദ്ധി, വിസ്ഡം, ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു ക്രൂവൽ മൃഗത്തെ പോലെ പെരുമാറുന്നു. ആൻഡ് the people have lost power of thinking wisely. ജനങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ, അല്ലേ, ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്ലീസ് ഗീവ് മി എ മൊമെന്റ്. എനിക്കൊരു മിനിറ്റ് സമയം തരൂ. My heart is lying in the coffin with Caesar. എൻ്റെ ഹൃദയം ഇതാ സീസറിന്റെ കഫിലിൽ ഇപ്പോൾ കിടക്കുകയാണ്. And I need to pause my speech until my heart return to me. എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണം സ്പീച്ച്, എൻ്റെ ഹൃദയം എന്നിലോട്ട് തിരിച്ചു വരുന്നത് വരെ. I am overwhelmed with the grief. അല്ലേ? അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യാണ്? ഓവർവെൽമഡ് പറഞ്ഞിട്ട് അതിയായ ഇമോഷൻസ്, അതിയായ ഒഴുകുക. ഓക്കെ, ഗ്രീഫ് പറഞ്ഞത് ദുഃഖത്തിൽ അദ്ദേഹം ഒഴുകുകയാണ്. ആൻഡ് ഐ നീഡ് എ മൊമെന്റ് ടു റിക്കവർ. എനിക്ക് കുറച്ച് സമയം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ കവിത, ഈ ഒരു ഡ്രാമാറ്റിക് സ്പീച്ച് ഒരു തവണ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കണം. ബുക്ക് തുറന്ന് മീനിങ് വെച്ചിട്ട് നിങ്ങളിത് കംപ്ലീറ്റ് കേൾക്കണം. എന്നിട്ട് മാത്രം നിങ്ങളിത് പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ അടിച്ച് നോക്കുക. യൂട്യൂബിൽ വേറെ എവിടെയാണ് നിങ്ങൾക്ക് നോക്കാം. അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്പീച്ച് കാണാൻ കഴിയും. ഇതിൻ്റെ ഡ്രാമ, ഈ നാടകത്തിൽ ആൻ്റണി ഇത് ഫുള്ള് കാണില്ല. ആൻ്റണി പ്രസംഗിക്കുന്നത് നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിലൊന്ന് നല്ലതൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് കേൾക്കുക. നിങ്ങൾ ഇത് കണ്ടതിന് ശേഷമാണ് അത് കേൾക്കുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ആക്സെന്റ് മനസ്സിലാവില്ല, അവരുടെ ആ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവില്ലല്ലോ, അല്ലേ? ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു ആക്സെൻസ്, അവരുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാവില്ല, ഇല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാവും എങ്ങനെ? നിങ്ങളിത് ഒരു തവണ ചാപ്റ്റർ അർത്ഥം വെച്ച് കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പോയിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഇമോഷനും അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളത് കംപ്ലീറ്റ് ആവാതെ, ആ ഒരു സ്പീച്ച് കംപ്ലീറ്റ് ആവാതെ നിങ്ങൾ ആ വീഡിയോ നിർത്തുകയുമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ചാപ്റ്റർ നിങ്ങൾ ഒരു തവണ എന്ത് ചെയ്യുക, വിത്ത് മീനിങ്ങോട് കൂടി ഒരു തവണ നിങ്ങൾ കേൾക്കണം. ഓക്കെ, കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ടോ പോയറ്റിക് ഡിവൈസിലോട്ടോ അപ്രിസിയേഷനിലോട്ടോ ഒക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒരു തവണ കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് ആഴത്തിൽ കയറുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ചാപ്റ്റർ നന്നായിട്ട് അർത്ഥത്തോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ വീഡിയോ പോലും കൂടെ തന്നെ അന്നത്തെ ദിവസം തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോ കൂടെ കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഈ ചാപ്റ്റർ നല്ല ആഴത്തിൽ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അപ്രീസിയേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.